അൽഹംദുലില്ലാ ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്, അതുപോലെ തന്നെ ഭയങ്കര സങ്കടമുണ്ട്. സന്തോഷത്തിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ അൽഹംദുലില്ലാ കുറേ കാലത്തിന് ശേഷം, ഞാൻ ഇവിടെ പഠിച്ചു വളർന്ന ആളാണ്, കുറേ കാലത്തിന് ശേഷം ഖത്തറിലേക്ക് തിരിച്ചു വന്ന് കുറേ സുപരിചിതമായിട്ടുള്ള മുഖങ്ങൾ കാണുന്നുണ്ട്. ഇവിടെ ഇസ്ലാഹി സെൻറ്റർ എന്നൊക്കെ പറയുന്നത് ശരിക്കും ഭയങ്കര സന്തോഷം ഉണ്ടാക്കിയിട്ടുള്ള കാലങ്ങളായിരുന്നു. നമ്മളെല്ലാവരും ഇവിടെ ഇപ്പം എൻ്റെ ക്ലാസ്സൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവരും ഇങ്ങോട്ട് വരും, ക്ലാസ് തുടങ്ങാൻ വേണ്ടി കാത്തുക്കും. തുടങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ കുറച്ച് ടീം ഫുട്ബോളായിട്ട് പുറത്തിറങ്ങിയിട്ട്, ശരിക്കും ഇപ്പോൾ ഈ ബിൽഡിംഗ് ഉള്ള സ്ഥലം എന്ന് പറയുന്നത് നമ്മളെ ഫുട്ബോൾ ഗ്രൗണ്ടായിരുന്നു. അതിപ്പോൾ നിങ്ങൾ കയ്യേറിയിട്ടാണ് ഇവിടെ ഒരു ബിൽഡിങ്ങൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. സങ്കടം അതുകൊണ്ടല്ല കേട്ടോ, കുറേ മുഖങ്ങൾ കാണാൻ പറ്റി അൽഹംദുലില്ലാ. ചെറുപ്പക്കാല ഓർമ്മകൾ. ഞാൻ വക്കറയിലാണിപ്പോൾ, ഞാൻ മദീനത്ത് പഠനം കഴിഞ്ഞ് നാട്ടിലേക്ക് പോയി, ഇപ്പോൾ ഉംറ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വക്കറയിൽ ഇന്നലൊക്കെ അങ്ങനെ കുറേ മണിക്കൂറുകളോളം ഇങ്ങനെ നടന്നു. വക്ര ബീച്ചിലോട്ട് പോയി. ഞാൻ ഇങ്ങനെ ആലോചിച്ചു എത്ര പെട്ടെന്നാണ് സമയം പോയത് എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്, വളരെ പെട്ടെന്ന് സമയം പോയിട്ടുള്ളൊരു ഫീൽ. എത്ര ആളുകൾക്കുണ്ട് അത്? തിരിഞ്ഞു നോക്കുമ്പോൾ സമയം ഭയങ്കര സ്പീഡിൽ പോയതായിട്ട് തോന്നുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പോൾ പെട്ടെന്ന് മനസ്സിലോട്ട് ഒരു സങ്കടം വരികയാണ്. സങ്കടം എന്ന് പറയുന്നത്, ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ കൂടെ ജീവിതത്തിൻ്റെ യാത്രയിലൂടെ നമ്മോടൊപ്പം യാത്ര ചെയ്തിട്ടുള്ള കുറേ ആളുകൾ ഇന്ന് നമ്മളെ കൂടെയില്ല. എൻ്റെ പ്രായക്കാരായിട്ടുള്ള സമപ്രായക്കാരായിട്ടുള്ള ആളുകൾ, 24 വയസ്സ് 23 വയസ്സുള്ള യുവാക്കൾ തന്നെ മരണപ്പെടുന്നത് നമ്മളിങ്ങനെ നിരന്തരം കേൾക്കുകയാണ്. ഇവിടെ നോബൽ സ്കൂളിൽ പഠിച്ചിരുന്ന ഒരു കുട്ടി ഖത്തർ നാഷണൽ ഡേക്ക് മരണപ്പെട്ട വാർത്ത എത്ര ആളുകൾ അറിഞ്ഞിട്ടുണ്ടെന്ന് കയ്യന്തിക്കോ? ആ വാർത്ത കാണുമ്പോൾ എനിക്ക് മനസ്സിൽ ഭയങ്കര ഞെട്ടലായിരുന്നു. ഞാൻ ഈജിപ്തിലുള്ള സമയത്ത് കെയ്റോ യൂണിവേഴ്സിറ്റിയുടെ ഖസൽ ഐനി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മെഡിസിൻ അവിടെ പഠിക്കുന്ന റായിദ് എന്ന് പറഞ്ഞിട്ടൊരു ഫ്രണ്ട് ഉണ്ട്. അവന് ഞാൻ മദീനയിലേക്ക് പോയി. പിന്നെ മദീനയിലേക്ക് അവൻ വന്നു. മദീനയിലോട്ട് വന്നിട്ട് അവൻ എന്നെ കാണാൻ വേണ്ടി വിളിച്ചു. പക്ഷേ എനിക്ക് അന്ന് എക്സാം ആയതുകൊണ്ട് പോകാൻ പറ്റിയില്ല. അവനിങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്, ഞാൻ ഇപ്പോൾ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലാണ്, ഇനി ഒരു 5 കൊല്ലം കൂടി പഠിക്കാനുണ്ടല്ലോ, ഈ ഈജിപ്തിൽ വരുമ്പോൾ വിളിക്ക്, കാണാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. പിന്നെ ഞാൻ കേൾക്കുന്നത് അവൻ്റെ മരണവാർത്തയാണ്. അപ്പോൾ കുറേ ആളുകൾ ഇങ്ങനെ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഡെത്ത് ഈസ് എ റിയാലിറ്റി. മരണമെന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്, നമ്മുടെ കൺമുന്നിലുണ്ട്. എത്ര ആളുകൾ ഡെയിലി മരിക്കുന്നുണ്ടായിരിക്കും? എത്ര ആളുകളുണ്ടായിരിക്കും എന്ന് പറയാൻ പറ്റുമായിരിക്കെങ്കിലും? ഒരു ആവറേജ് കണക്ക് പ്രകാരം എത്രയുണ്ടാകും? എത്രയുണ്ടാകും ജനറലി? ലാക്സ് ഉണ്ടാകും. ഓക്കെ, കുറച്ചും കൂടി പ്രിസൈസ് ആയിട്ട് പറയുകയാണെങ്കിൽ എത്രയുണ്ടാകും? 100,000. ഓക്കെ, അതിന് 1,00,000 എന്ന് പറയും. കുറച്ചും കൂടി പ്രിസൈസ് ആയിട്ട് പറയുകയാണെങ്കിൽ എത്ര ഉണ്ടാകും? 6 lakhs. കുറച്ച് കൂടിപ്പോയി, 6 lakhs. ഓൾ റൈറ്റ്. പിന്നെ എത്ര ഉണ്ടാകും? 10,000. ഓക്കെ, വേൾഡ്. ഓക്കെ, ഓൾ റൈറ്റ്. ജനറൽ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം അബൌട്ട് 165,000 പീപ്പിൾ ഡൈ ഓൺ എ ഡെയിലി ബേസിസ്. അതായത് 1,65,000 ആളുകൾ മരിക്കുന്നുണ്ടെന്നുള്ളതാണ്. അത് ജനറലി റിപ്പോർട്ടഡ് കേസുകളാണ്, ഗവൺമെൻറ് അടുത്തുള്ള ഡാറ്റയാണ്. ബട്ട് ഇഫ് യു ലുക്ക് അറ്റ് നോൺ റിപ്പോർട്ടഡ് കേസസ് ഗോയിങ് ടു ബി ഡബിൾ ദാൻ ദാറ്റ്. അത്ര കൂടുതൽ ആളുകൾ ഡെയിലി മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഡെയിലി എന്ന് പറയുന്നത് എത്ര മണിക്കൂറാണ്? 24 hours എന്ന് പറയുകയാണെങ്കിലും ഇഫ് യു കാൽക്കുലേറ്റ് ദി എക്സാക്ട് റൊട്ടേഷൻ ഓഫ് എർത്ത് 23 മണിക്കൂറും 56 മിനിറ്റും 4 സെക്കൻഡുമാണ്. അതിൽ മരിക്കുന്ന ആളുകളാണ് ഈ 1,65,000 ആളുകൾ എന്ന് പറയുന്നത്. അതായത് ഇന്ന് രാത്രി 12 മണി മുതൽ തൊട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ദിവസം 12 മണി വരെയാണ് 24 മണിക്കൂർ എന്ന് പറയുന്നത്. ഇനി 12 മണിക്ക് എത്ര മണിക്കൂറും കൂടി ഉണ്ട്? എത്ര മണിക്കൂറും കൂടി ഉണ്ട്? എത്ര? 4 മണിക്കൂർ. ഈ 4 മണിക്കൂറിനുള്ളിൽ ഏകദേശം ഈ ഒരു നമ്പർ റൗണ്ടാകുന്നുള്ളതാണ്. പക്ഷേ ഈ 4 മണിക്കൂറിനുള്ളിൽ മരിക്കാനുള്ള ആളുകൾ ഇപ്പോഴും നമ്മുടെ കൂടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെപ്പോലെ അവർ ഭാവിയെപ്പറ്റി ആലോചിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ദ ഹ്യൂമൻ ബീയിങ്സ് ലൈക്ക് അസ് വിത്ത് ഫ്ലഷ് ആൻഡ് ബ്ലഡ്. അവർ നമ്മളെപ്പോലെയുള്ള മനുഷ്യന്മാർ, സഹോദരങ്ങളുള്ള, സഹോദരിമാരുള്ള, കുടുംബമുള്ള, ഉപ്പയുള്ള, ഉമ്മയുള്ള മനുഷ്യന്മാർ നമ്മുടെ കൂടെ ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി കഴിയുന്നതിന് മുന്നേ മലക്കുൽ മൗത്ത് അവരെ കണ്ടുമുട്ടുമെന്നുള്ള യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കുന്നില്ല. എല്ലാ മനുഷ്യന്മാരും ഇങ്ങനെയാണ്. നമ്മൾ ഭാവിയിലേക്ക് ഇങ്ങനെ പ്ലാൻ ചെയ്ത് കൊണ്ടേയിരിക്കുകയാണ്. ഭാവിയിലേക്ക് ഇങ്ങനെ നമ്മൾ മനസ്സിൽ കാണുന്ന കുറേ കാലമുണ്ട്. ഒരു 50 കൊല്ലം അല്ലെങ്കിൽ 62 വയസ്സിൽ 70 വയസ്സിൽ ഒക്കെയാണ് മരണം ഉണ്ടാകുള്ളൂ എന്ന് മുന്നിൽ കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യുക. പ്ലാനിങ്, നാളെ എനിക്ക് ഈ മീറ്റിങ്ങിന് പോകാണ്ട്, അങ്ങനെ പോകാണ്ട്, ഇങ്ങനെ ചെയ്യാണ്ട്, ഇന്നയാളെ കാണാണ്ട് എന്നുള്ളത് we're actually planning it in our own minds. സുബ്ഹാനല്ലാഹ്. ഞാൻ ഈ കൊല്ലം ഹജ്ജ് ചെയ്യാൻ സാധിച്ചു അൽഹംദുലില്ലാഹ്. അതിൽ ഹജ്ജ്
ദുൽഹജ്ജ 10 ജമറ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഞാനിങ്ങനെ ഇറങ്ങി വരികയാണ്. ഭയങ്കര ടയർഡായിരുന്നു, ഭയങ്കര എക്സോസ്റ്റഡ് ആയിരുന്നു. അങ്ങനെ ഇറങ്ങി വരുമ്പോൾ എൻ്റെ മുന്നിൽ തന്നെ ഒരു ഈജിപ്ഷ്യൻ മുസറിയാണെന്ന് എനിക്ക് തോന്നുന്നത്. അത് പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയാണ്. 50 വയസ്സിട്ടുണ്ടാവും. പെട്ടെന്ന് കുഴഞ്ഞ് നിലത്തണ്ട് വീഴുകയാണ്. സുബ്ഹാനല്ലാഹ്, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. മലക്കുൽ മൗത്ത് എൻ്റെ മുന്നിലൂടെയാണല്ലോ പോയത് എന്നുള്ളത്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഇത്ര സംഭവിക്കുന്നുണ്ട് എന്നുള്ള ചോദ്യം ചോദിച്ചുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഇൻഷാ അല്ലാഹ്. ഈ മരിക്കുന്ന ആളുകൾ എല്ലാവരും അന്വേഷിക്കുന്നത് ഒരു കാര്യത്തിനാണ്. അവർ ജീവിതം മുഴുവൻ സ്പെൻഡ് ചെയ്യുന്നത്, ദർ ആക്ച്വലി സ്പെൻഡിങ് ഇറ്റ് ഇൻ സെർച്ച് ഓഫ് വൺ തിങ്. അവർ ഒരു കാര്യം അന്വേഷിച്ചുകൊണ്ടാണ് പ്ലാൻ ചെയ്യുന്നതും സ്ട്രാറ്റജൈസ് ചെയ്യുന്നതും കണക്ക് കൂട്ടുന്നതും ഗോൾസ് സെറ്റ് ചെയ്യുന്നതും ഒബ്ജക്റ്റീവ്സ് കാണുന്നതും വിഷൻസ് സെറ്റ് ചെയ്യുന്നതും മിഷൻസ് പ്ലാൻ ചെയ്യുന്നതൊക്കെ ഇത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. അതേമാതിരി ഒരു ദിവസം എത്ര കുട്ടികൾ ജനിക്കുന്നുണ്ടാവും? എത്രയുണ്ടാകും? ഏകദേശം റിപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ? ഫാക്ടറി ആണല്ലോ, ഔട്ട്കമ്മും ഇൻകമും. ഓക്കെ, ഏകദേശം 3 ലക്ഷത്തോളം കുട്ടികൾ ജനിക്കുന്നുണ്ടെന്നുള്ളതാണ് സ്റ്റാറ്റിസ്റ്റിക്കലി. സുബ്ഹാനല്ലാഹ്. ഈ ജനിക്കുന്ന കുട്ടികൾ മൊത്തം അവരുടെ ജീവിതം മുഴുവൻ ചെലവഴിക്കുന്ന യഥാർത്ഥത്തിൽ ഈ ഒരു സംഭവം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. വാട്ട് ഈസ് ദാറ്റ് തിങ്? ഇറ്റ്സ് ഹാപ്പിനെസ്. സക്സസ്സിലൂടെയൊക്കെ ശരിക്കും നമ്മൾ എന്താ കിട്ടുന്നത്? ഹാപ്പിനെസ് ആണ്. വി ആർ ആക്ച്വലി സെർച്ചിങ് ഫോർ ഹാപ്പിനെസ്. നിങ്ങൾ എന്തിനാണ് ജോലിക്ക് പോകണമെന്ന് വെച്ചാൽ നമുക്ക് ഉത്തരം ഓക്കെ, പൈസ കിട്ടാൻ, പൈസ കിട്ടിയിട്ട് എന്താണ്? കുടുംബത്തെ നോക്കാൻ, കുടുംബത്തെ നോക്കിയിട്ട് എന്താണ്? എന്നിട്ട് അവസാനം കിട്ടുന്ന ഒരു ഉത്തരം എന്താണ്? അത് ഹാപ്പിനെസ് ആണ്, സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആളുകൾ പരതിക്കൊണ്ടിരിക്കുകയാണ്. ദ ഡ്രാമ ഓഫ് ലൈഫ് ഈസ് എ സീക്കിംഗ് ഓഫ് ഹാപ്പിനെസ് എന്നുള്ള ഡോക്ടർ വിക്ടർ ഫ്രാങ്ക്ലിൻ പറയുന്നുണ്ട്. ഇറ്റ്സ് അസ്റ്റോണിഷിംഗ്. നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യവും എന്താണ്? ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ്. ഹാപ്പിനെസ്. നമസ്കരിക്കുന്ന എന്തിനാണ്? അള്ളാഹുവിൻ്റെ അടുത്ത് റിവാർഡ്. എന്താണ് റിവാർഡ് എന്ന് പറയുന്നത്? ആഖിറത്തിൽ സ്വർഗമാണ്. എന്തിനാണ് സ്വർഗത്തിൽ പോയത്? എന്തിനാണ്? എന്താണ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത്? ഇറ്റ്സ് ഹാപ്പിനെസ്. എവറിത്തിങ് ഈസ് സറൗണ്ടഡ്. അതായത് ഈ ഒരു സാധനം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പരതിക്കൊണ്ടിരിക്കുന്നത്. ആളുകൾ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സൈക്കോളജി ഫീൽഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു ആളുകളുടെ അവസ്ഥകൾ, റിയാലിറ്റികൾ റൂട്ടിൽ നിന്ന് ഗ്രൗണ്ടിൽ നമ്മൾ കാണുമ്പോൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ചെയ്യുന്നത് മൊത്തം എന്താണ്? എല്ലാം ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ്. കുറേ കുട്ടികൾ ഫുട്ബോൾ കളിക്കുകയാണ്, മെസ്സി റൊണാൾഡോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് തല്ലുകൂടുകയാണ്. അവർ ഫുട്ബോളിലെ ഹരം കണ്ടെത്തുകയാണ്. ഫൈനലി വാട്ട് ദേ ആർ സീക്കിങ്? ഹാപ്പിനെസ് ആണ്. നിങ്ങൾ വലിയൊരു വീട് ഉണ്ടാക്കുകയാണ്. വീട് എന്തിനാണ് ഉണ്ടാക്കുന്നത്? ഇറ്റ്സ് ഫോർ ഹാപ്പിനെസ്. നിങ്ങൾ ജോലി ചെയ്യാണ്. ഇറ്റ്സ് ഫോർ വാട്ട്? ഹാപ്പിനെസ്. ചെറുപ്പത്തിൽ നിങ്ങൾ ഒരു 5 വയസ്സാകുമ്പോൾ കിൻഡർഗാർട്ടനിൽ ജോയിൻ ചെയ്യുന്നു. ജോയിൻ ചെയ്തിട്ട് പഠിക്കുന്നത് +2 വരെ പഠിക്കുന്നു, +2 കഴിഞ്ഞിട്ട് ഡിഗ്രി വരെ പഠിക്കുന്നു, ഡിഗ്രി കഴിഞ്ഞിട്ട് മാസ്റ്റേഴ്സ് എടുക്കുന്നു, മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് PhD എടുക്കുന്നു, PhD കഴിഞ്ഞിട്ട് പോസ്റ്റ് ഡോക്ക് ചെയ്യുന്നു, പോസ്റ്റ് ഡോക്ക് കഴിഞ്ഞിട്ട് ജോലിയിൽ കയറുന്നു, ജോലിയിൽ ഇങ്ങനെ കുറേ കാലം വർക്ക് ചെയ്യുന്നു, പ്രൊമോഷൻസ് കിട്ടുന്നു. ഇതൊക്കെ എന്തിനാണ്? ഇറ്റ് ഈസ് ഫോർ ഹാപ്പിനെസ്. ശരിക്കും എന്തിലൂടെയാണ് സന്തോഷം കിട്ടുക എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. കാരണം ആളുകൾ ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ടും കൗൺസിലിങ്ങിൽ വന്നിട്ട്, അതായത് ഇതൊക്കെ ഉണ്ടായിട്ടും കൗൺസിലിങ്ങിൽ വന്നിട്ട് ഐ ഹാവ് നോട്ട് ഫൗണ്ട് ഹാപ്പിനെസ് എന്ന് പറയുന്ന അവസ്ഥ വളരെ കൂടുതൽ കാണുന്നുണ്ട്. മാനസിക പ്രശ്നങ്ങൾ വളരെ കൂടുതൽ കൂടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കോവിഡ് കാലഘട്ടത്തിൽ പ്രത്യേകിച്ച്, അക്കോർഡിംഗ് ടു ദ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻസ്, മെൻ്റൽ ഹെൽത്ത് ഡിസബിലിറ്റീസ് ആൻഡ് ഡിസോർഡേഴ്സ് ഹാവ് ആക്ച്വലി എക്സ്പോണൻഷ്യലി റോസൻ ടു എ ഡബിൾ ഡിഗ്രി. ഇറ്റ്സ് അസ്റ്റോണിഷിംഗ്. നമ്മൾ മാനസിക പ്രശ്നങ്ങളുടെ ഒരു ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ബേസിക്കലി ഗോയിങ് ത്രൂ ദ റൂഫ്. ഭയങ്കര കൂടുതലാണ്. ഹറാമായിട്ടുള്ള പാതയിലൂടെയും ഹലാലായിട്ടുള്ള പാതയിലൂടെയും ആളുകൾ എന്താണ് ഇങ്ങനെ സന്തോഷം കണ്ടെത്താൻ. അതായത് ചില ആളുകൾക്ക് കുക്കിംഗ് ആയിരിക്കും സന്തോഷം, ചില ആളുകൾക്ക് ക്രിക്കറ്റ് കളി കാണുന്നതായിരിക്കും സന്തോഷം, ചില ആളുകൾക്ക് സിനിമ കാണുന്നതായിരിക്കും സന്തോഷം. അങ്ങനെ സന്തോഷം നമ്മളിങ്ങനെ തേടിക്കൊണ്ടേയിരിക്കുകയാണ് ഓൺ എ ഡെയിലി ബേസിസ്. പക്ഷെ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം, ഇതിലൂടെയൊക്കെ സന്തോഷം കിട്ടുമോ എന്നുള്ളതാണ്. വിൽ ഐ ഗെറ്റ്? കാരണം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൽ റിസൾട്ട് ഉണ്ടെങ്കിലല്ലേ നമ്മൾ ചെയ്തിട്ട് കാര്യമുള്ളൂ. നമ്മളൊരു ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആദ്യം നോക്കുന്നതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ROI, റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര % ആയിരിക്കും, എത്ര % ശരിക്കും എനിക്ക് കിട്ടുമോ, അവരുടെ പ്രോഫിറ്റ് മാർജിൻ എന്താണ്, പ്രോബബിലിറ്റി ഓഫ് പ്രോഫിറ്റ് എന്താണ്, മാർക്കറ്റ് സ്പേസ് നോക്കും, ബ്ലൂ ഓഷ്യൻ ആണോ, ഫുൾ നോക്കിയിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കടക്കുന്നതിന് മുന്നേ ദ ക്വസ്റ്റ്യൻ ഈസ് വിൽ വി ഗെറ്റ് ഹാപ്പിനെസ് ത്രൂ ഇറ്റ്? വിൽ വി ഗെറ്റ് ഹാപ്പിനെസ് ത്രൂ ഇറ്റ്? ഈ യൂറോപ്പിലൊരു ഫിലോസഫി ഉണ്ട്. ഇറ്റ്സ് കോൾഡ് ആസ് ഫിലോസഫി ഓഫ് ഹെഡണിസം. കേട്ടിട്ടുണ്ടോ? ഹെഡണിസം എന്ന് പറയുന്ന ഒരു ഫിലോസഫിയാണ്. ആ ഫിലോസഫിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, അവർ വിശ്വസിക്കുന്നത് ഐ ക്യാൻ ഡു എനിത്തിങ് ഐ വോണ്ട് ഇൻ മൈ ലൈഫ്. എനിക്ക് ജീവിതത്തിൽ വേണ്ട എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യാം. ഹറാമുമില്ല, ഹലാലുമില്ല, ഹക്കുമില്ല, ബാത്തലുമില്ല, റോങ് ആൻഡ് റൈറ്റ് എന്നുള്ള സംഭവം പോലുമില്ല. ഈ ലിബറൽ ഫിലോസഫി പഠിക്കുമ്പോൾ ലിബറലിസം ഈസ് ആക്ച്വലി ബിൽഡ് അപ്പോൺ സബ്ജക്റ്റീവ് മൊറാലിറ്റി.
സബ്ജക്റ്റീവ് മോറൽ ഫ്രെയിം വർക്കിന് മേലെയാണ് ലിബറലിസം ബിൽഡായിട്ടുള്ളത്. ഞാൻ അതിൻ്റെ സങ്കീർണമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഒന്നും കടക്കുന്നില്ല. ഞാൻ പറയുന്നത് വളരെ സിമ്പിളാണ്. ഈ ഹെഡണിസം എന്നുള്ള ഫിലോസഫിയിൽ അവർക്ക്, ആ ഫിലോസഫി വിശ്വസിക്കുന്ന ആളുകൾക്ക് ദേ ക്യാൻ ലിവ് ഹൗ എവർ ദേ വാണ്ട്. സന്തോഷം കിട്ടുന്ന എല്ലാ കാര്യങ്ങളും, ഹറാമുല്ല ഹലാലുല്ല, എന്ത് വേണമെങ്കിലും, എന്ത് മ്ലാച്ചമായിട്ടുള്ള കാര്യമാണെങ്കിലും അവർക്ക് ചെയ്യാമെന്നുള്ളതാണ്. യൂറോപ്പിൽ ഇറ്റ് ആക്ച്വലി സ്റ്റാർട്ടഡ് ഇൻ ഏർലി 1930s മുതൽ ഇങ്ങനെ തുടങ്ങി. ലോകത്ത് ഗ്ലോബലൈസേഷൻ കാരണം ഇങ്ങനെ ലോകത്ത് പടർന്ന് പന്തലിച്ച് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആ ഒരു മൂവ്മെൻറ്റിൻ്റെ ഫിലോസഫി കണക്റ്റഡ് ആണ് ലിബറലിസവും ഫെമിനിസവും സെക്യുലറിസവും ബാക്കിയുള്ള പോസ്റ്റ് മോഡേൺ ഫിലോസഫികളൊക്കെ. സുബ്ഹാനല്ലാഹ്. നമ്മൾ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഹിപ്പി കൾച്ചർ കേട്ടിട്ടുണ്ടോ? ഹിപ്പി കൾച്ചർ ശരിക്കും ഹെഡനിസ്റ്റ് ഫിലോസഫിയായിട്ട് കണക്റ്റഡ് ആണ്. ഹിമാലയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഹിപ്പി ഗ്രാമം തന്നെയുണ്ട്. ഗോവയിൽ ഇങ്ങനെയുള്ള ഹിപ്പി കമ്മ്യൂണിറ്റീസ് ഉണ്ട്. ഹെഡനിസ്റ്റ് ഫിലോസഫിയാണ് അവരുടെ ബേസ് എന്ന് പറയുന്നത്. സന്തോഷം കിട്ടുന്ന എന്ത് വേണമെങ്കിലും എന്താണ് മുഴുകാം എന്നുള്ളതാണ്. സന്തോഷം കിട്ടുന്ന എന്ത് വേണമെങ്കിലും മുഴുകാം. സുബ്ഹാനല്ലാഹ്. അതിൽ ആളുകളുടെ ലൈഫ് സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ കള്ളുകുടിയും കഞ്ചാവടിയും പെണ്ണും ഇങ്ങനെയായിട്ട് ജീവിച്ച് രാത്രി ഉറങ്ങുമ്പോൾ നൈറ്റ് ക്ലബ്ബിൽ ഹാങ് ഓവറായിട്ട് ഉറങ്ങുന്ന അവസ്ഥയിലേക്ക് അങ്ങനെ ജീവിക്കുന്ന ആളുകൾ. സുബ്ഹാനല്ലാഹ്. അവരിതൊക്കെ ചെയ്യുന്നത് എന്ത് വിചാരിച്ചിട്ടാണ്? വാട്ട് ഈസ് യുവർ ഒബ്ജക്റ്റീവ്? ഇറ്റ് ഈസ് ടു ഗെറ്റ് ഹാപ്പിനെസ്. അവർക്ക് സന്തോഷം കിട്ടുന്നുണ്ടോ എന്നുള്ള ചോദ്യം ഇറ്റ്സ് ആക്ച്വലി വെരി ഡീപ്പ് ക്വസ്റ്റ്യൻ. കുറേ ആളുകൾ പറയും ഇസ്ലാം എന്ന് പറയുന്നത് വളരെ കുടുസായിട്ടുള്ളൊരു മതമാണ്, കുറേ ഹറാമായിട്ടുള്ള ഹലാലായിട്ടുള്ള കാര്യങ്ങൾ, എന്തിനാ പറയുക മനുഷ്യന് സന്തോഷം കിട്ടുന്ന രീതിയിൽ ആളുകളെ സ്നേഹിച്ച് ജീവിച്ചാൽ പോരെ എന്നൊക്കെയുള്ള ലിബറൽ വാർത്തകളൊക്കെ ഇങ്ങനെയുള്ള വർത്തമാനങ്ങളൊക്കെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണും. ഒരു ഓസ്ട്രേലിയൻ TV ചാനലുണ്ട്, ചാനൽ പേര് ഞാൻ ഓർക്കുന്നില്ല. അവർ ഹെഡനിസ്റ്റായിട്ടുള്ള ഒരാളുടെ ഇൻ്റർവ്യൂ എടുക്കുകയാണ്. ഈ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഹോസ്പിറ്റലിലാണ്. ഏകദേശം 20 കൊല്ലോ 30 കൊല്ലോ ഹെഡനിസ്റ്റായിട്ട് ജീവിച്ച ഒരാൾ, ഓസ്ട്രേലിയയിൽ ഹെഡനിസ്റ്റായിട്ട് ജീവിച്ചിട്ടുള്ള ഒരാൾ, അദ്ദേഹം മരിക്കാൻ ഇങ്ങനെ കിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത് രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ സന്തോഷം കിട്ടുന്ന എല്ലാ കാര്യങ്ങളും, ട്രാവൽ ചെയ്യുന്നുണ്ട്, കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ആൽക്കഹോൾ ഉപയോഗിക്കുന്നുണ്ട്, നൈറ്റ് ക്ലബ്ബുകളിലേക്ക് പോകുന്നുണ്ട്, കുറേ പൈസ ഉണ്ടാക്കുന്നുണ്ട്. വേറെന്തോ ഒരു ബിസിനസ്സും അദ്ദേഹത്തിന് സൈഡ് ബിസിനസ്സും ഉണ്ട്, അതിലൂടെ കുറേ പൈസ ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ അദ്ദേഹത്തിനുണ്ട്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ മൈക്ക് നേരെ ഇങ്ങനെ പോയിട്ട് അദ്ദേഹത്തിൻ്റെ മുഖത്തിൻ്റെ അടുത്ത് ഇങ്ങനെ പോയിട്ട് മൈക്ക് ചൂണ്ടിയിട്ട് ഇൻ്റർവ്യൂവർ ചോദിക്കുന്നുണ്ട്, ഹാവ് യു ഫൗണ്ട് ഹാപ്പിനെസ്? നിങ്ങൾ സന്തോഷം കണ്ടെത്തിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം ക്യാമറയുടെ കണ്ണുകളിലേക്ക് നോക്കി. അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് കുറേ കണ്ണുനീരിങ്ങനെ വന്ന്, വിത്ത് എ ഡാർക്ക് ഡിപ്രസ്ഡ് ഫേസ്, with a gloomy and grey face, he looks at the camera and he says that I haven't found happiness. ഞാൻ സന്തോഷം കണ്ടെത്തിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാനുള്ള കുറേ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലുണ്ട്. കുറേ ആളുകൾ ഇങ്ങനെ സന്തോഷം കാണാൻ വേണ്ടി ശ്രമിക്കുന്ന, സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര രീതിയിൽ കാണുന്ന സംഭവമാണ് ഈ ഫാമിലി വ്ളോഗുകൾ. എത്ര മാരിറ്റൽ കൗൺസിലിംഗ് കേസുകൾ, ഞാൻ ലൈസൻസ്ഡ് മാരിറ്റൽ കൗൺസിലറാണ്. അതിൽ നമുക്ക് വരുന്ന കേസുകൾ കുറേ സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആണ്. ഒരു പെണ്ണുങ്ങളിങ്ങനെ ഫാമിലി വ്ളോഗിൽ ഇങ്ങനെ കാണും, കണ്ടിട്ട് കമ്പയർ ചെയ്യും. അതിലുള്ള ഹസ്ബൻഡ് എന്നാണ് രാവിലെ എണീച്ചിട്ട് മാഷാഅല്ലാഹ് നല്ല രീതിയിൽ ഇവരെ കെയർ ചെയ്യുന്നതും ഇവർ ട്രിപ്പിന് പോണതും സന്തോഷിക്കുന്നതും ആനന്ദിക്കുന്നതും ഒക്കെ ഇങ്ങനെ കണ്ടിട്ട് അങ്ങനെ നോക്കിയിട്ട് സ്വന്തം ഭർത്താവിനെ അങ്ങനെ നോക്കും ഇയാൾ. എന്നിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് അതിലുള്ള മക്കൾ നോക്കും. മക്കൾ മാഷാഅല്ലാഹ് നല്ല രീതിയിൽ പഠിക്കുന്നത് കണ്ടിട്ട് ഭയങ്കര ആക്റ്റീവാണ്, ഭയങ്കര ചിരി കളി. എന്നിട്ട് നമ്മളെ മക്കൾ നോക്കും, അവിടെ കൂടി അടിയുണ്ടാക്കി ഉണ്ടാവും. എന്നിട്ട് അതിലുള്ള ഉമ്മാനെ നമ്മളുമ്മയായിട്ട് കമ്പയർ ചെയ്യും, അതിലുള്ള ഉപ്പാനെ നമ്മളുപ്പയായിട്ട് കമ്പയർ ചെയ്യും. ഇങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ട് ഇങ്ങനെ എന്നിട്ട് തോന്നുകയാണ് ഐ എം അൺസാറ്റിസ്ഫൈഡ് വിത്ത് മൈ ലൈഫ്, ഐ എം ഡിസാറ്റിസ്ഫൈഡ് വിത്ത് മൈ ലൈഫ്. എന്നിട്ട് ഫാമിലിക്കുള്ളിൽ ഇങ്ങനെ പ്രോബ്ലം ഉണ്ടാക്കുക. സോഷ്യൽ മീഡിയയിലൂടെ ഭയങ്കര വിപത്തുകളാണ് അതിലൂടെ വരുന്നത്. ഞാൻ അതിൽ വേറെ തന്നെ ഒരു വിഷയമാണ്, അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറയാം, അതിലൂടെ ആളുകൾ എന്താണ് സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. ഫോമോ എന്ന് പറയുന്നൊരു ഫിനോമിന ഉണ്ട്, കേട്ടിട്ടുണ്ടോ? ഫോമോ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്നാണ് സൈക്കോളജിയിൽ എന്ന് പറയും. ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല, കുറേ ആളുകൾ ഇങ്ങനെ ട്രിപ്പിന് പോകണം ഇങ്ങനെ കാണാണ്. അപ്പോൾ അവരെന്ത് തോന്നും? മൈ ലൈഫ് ഈസ് നോട്ട് ഗുഡ് ഇനഫ്. എൻ്റെ ഒരു ജീവിതം എന്താണ്, എത്ര രസമില്ല. പിന്നെ സോഷ്യൽ മീഡിയക്കുള്ളൊരു സ്റ്റാൻഡേർഡ് ബ്യൂട്ടി ഉണ്ട്. A lot of people, they wear 20 kilograms of makeups after having 20 filters and they post their pictures on social media with a duck face, full artificial ആയിട്ട്. എന്നിട്ട് അതിങ്ങനെ കാണുന്നൊരു പെൺകുട്ടി, സുബ്ഹാനല്ലാഹ്, എൻ്റെ മുഖം കണ്ടില്ലേ, ഇവിടെ ഒരു കുത്ത്, ഇവിടെ ഒരു പിമ്പിള്, ഇവിടെ ഒരു സ്കാറ്, എന്നിട്ട് ഇങ്ങനെ മിററിലേക്ക് നോക്കിയിട്ട്
വൈ ഇസ് മൈ ലൈഫ് ലൈക്ക് ദാറ്റ്, വൈ മീ, വൈ ഈസ് ഇറ്റ് ലൈക്ക് ദാറ്റ്? ഒരു വിക്ടിം മെൻറ്റാലിറ്റിയിലേക്ക് ആളുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. എനിക്ക് ഓർമ്മയുണ്ട്, കോഴിക്കോടുള്ള സമയത്ത് ഞാൻ കൗൺസിലിങ്ങിലേക്ക് കയറിയിട്ടുള്ള സമയമാണ്, ആഫ്റ്റർ കംപ്ലീറ്റിംഗ് മൈ എഡ്യൂക്കേഷൻ ഇൻ സൈക്കോളജി. അങ്ങനെ അവിടെ ഒരു ക്ലിനിക്ക് ഉണ്ട് കോഴിക്കോടിൽ. ഐ എം വർക്കിംഗ് ആസ് എ പാർട്ട്ണർ ടു ദം. ഒരു ദിവസം ഒരു മെസ്സേജ് വന്നു. മെസ്സേജ് എന്ന് പറയുന്നത് കോഴിക്കോടിൽ വളരെ അറിയപ്പെടുന്ന ഒരു ഇൻഫ്ലുവൻസറാണ്, ഒരു യൂത്ത് ഇൻഫ്ലുവൻസറാണ്. അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള യുവാക്കൾ, യുവതികൾക്ക്, അധികം ആളുകൾക്കും അറിയുന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അല്ലവ ചെയ്തേനെയും. കാരണം സൈക്കോളജിയിൽ കോൺഫിഡൻഷ്യാലിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൈവസി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കൂടുതൽ ഇൻഫർമേഷൻ ഒന്നും പറയാതെ ഐ ജസ്റ്റ് കം ടു ദ കേസ്. അദ്ദേഹം മെസ്സേജ് ചെയ്ത് ഐ നീഡ് ടു മീറ്റ് വിത്ത് യു, ഐ നീഡ് ടു ടോക്ക് വിത്ത് യു, കൗൺസിലിംഗ് ആവശ്യമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഇദ്ദേഹത്തിന് ഒരാൾ വരുമ്പോൾ നമ്മളൊരു ഡീബ്രീഫിംഗ് ചെയ്യല്ലോ. ആരാണ് അദ്ദേഹം, എന്താണ് അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളതൊക്കെ ഗൂഗിൾ ഫോമിലൂടെ അദ്ദേഹം കുറച്ച് പറയും. പക്ഷെ അതല്ലാതെ വി ട്രൈ ടു ഫൈൻഡ് തേർഡ് പാർട്ടി സോഴ്സ് സോ ദാറ്റ് വി ക്യാൻ ഗെറ്റ് മോർ ഇൻഫർമേഷൻ അബൌട്ട് ദം. കൂടുതൽ ഇൻഫർമേഷൻ നമ്മൾ നോക്കുകയാണ്. അപ്പോൾ ഞാൻ കാണുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കുമ്പോൾ കാണുന്നുണ്ട് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ലൈഫ്. കുറേ ട്രാവൽ ചെയ്യുന്നുണ്ട്, ഭയങ്കര എഡിറ്റഡായിട്ട് റീൽസൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒറ്റ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മിനിറ്റുകൾ കൊണ്ട് ആയിരക്കണക്കിന് ലൈക്കുകളും കമൻസും. കമൻറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ഹൗ ലക്കി ആർ യു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻറ്റൊക്കെ ഉണ്ട്. നിങ്ങളൊരു ലൈഫ് നിങ്ങളെ മാതിരിയൊക്കെ ആയാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുന്ന ആളുകൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇദ്ദേഹം കൗൺസിലിങ്ങിന് വരുന്നത് എന്താണ്, ഇറ്റ് മൈറ്റ് ബി ഫോർ എന്ത് കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള വിഷയമായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക വിഷയത്തിൽ ക്ലാരിറ്റി വരുത്താനായിരിക്കാം, അങ്ങനെ എന്തോ ആയിരിക്കും വിചാരിച്ചു. പക്ഷെ അദ്ദേഹം വന്നിട്ട് പറയാണ്, അങ്ങനെ അദ്ദേഹം കടന്നു വന്നു, റൂമിലേക്ക് കടന്നു വന്നിട്ട് അദ്ദേഹം പറയാണ്, I've been diagnosed with clinical depression for the past 6 months. 6 മാസം മുന്നേ എനിക്ക് ക്ലിനിക്കൽ ഡിപ്രഷൻ ഡയഗ്നോസ് ചെയ്താണ്. ഇപ്പം എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് സ്യൂസൈഡൽ തോട്ടുകളാണ്. ആത്മഹത്യ ചെയ്യാൻ നന്നായിട്ട് തോന്നുന്നുണ്ട്, ജീവിതത്തിന് ഒരു അർത്ഥമില്ല, ഒരു സന്തോഷമില്ല. പക്ഷെ അവൻ ഇൻസ്റ്റാഗ്രാം പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നതിൻ്റെ മുന്നേ അറൗണ്ട് ഒരു 12 മിനിറ്റ്സ് 13 മിനിറ്റ്സ് മുന്നേ പോസ്റ്റ് ചെയ്തിട്ട് പോസ്റ്റ് ഉണ്ട്. അത് ബീച്ചിലിരിക്കുന്നതാണ്, ഭയങ്കര വൈബായിട്ട്, ഭയങ്കര രസത്തിൽ. സോ ദർ ഇസ് അനദർ റിയാലിറ്റി ടു ഇറ്റ്. വേറൊരു റിയാലിറ്റി ഉണ്ട്. കുറേ ആളുകളുടെ മുഖത്ത് നമ്മൾ പ്രസന്നമായിട്ടുള്ള മുഖം കാണുമെങ്കിലും ഉള്ളിൽ കരയുന്ന എത്ര ആളുകളുണ്ട്, എത്ര ആളുകളുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം ഞാൻ പറയുന്നത് വി ആർ ട്രൈങ് ടു ഫൈൻഡ് ഹാപ്പിനെസ് ത്രൂ ഓൾ ഓഫ് ദീസ് തിങ്സ് ആൻഡ് വി ആർ നോട്ട് സ്റ്റിൽ ഏബിൾ ടു ഫൈൻഡ് ഇറ്റ്. വി ആർ സ്റ്റിൽ നോട്ട് ഏബിൾ ടു ഫൈൻഡ് ഇറ്റ്. ഞാൻ ഈജിപ്തിൽ അൽഹംദുലില്ലാഹ് എനിക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പം മുതലേ ഇവിടെ ഉള്ള സമയത്ത് തന്നെ ഞാൻ സൈക്കിൾ എടുത്തിട്ട് വക്കറയിൽ നിന്ന് കുറേ ബുക്കെയറിലോട്ടും അവിടെയൊക്കെ ഇങ്ങനെ സൈക്കിളായിട്ട് കറങ്ങുന്ന ഒരു പരിപാടി, ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഉപ്പയുടെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ട് അൽഹംദുലില്ലാഹ്. ഞാനങ്ങനെ ഈജിപ്തിലെ അസഹറിലെ പഠനം കഴിഞ്ഞ് വരുന്ന സമയത്ത് ഞാനൊരു യാത്ര തുടങ്ങി അൽഹംദുലില്ലാഹ്. ഒരു ബൈക്ക് എടുത്തിട്ട് സുഡാൻ ബോർഡർ മുതൽ റസൽ ബർ വരെ, നൈൽ റിവർ 4000 കിലോമീറ്റർ ഫുള്ള് കവർ ചെയ്യുന്നൊരു 1 മാസത്തെ യാത്രയായിരുന്നു അൽഹംദുലില്ലാഹ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇൻസൈറ്റുകൾ എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. അതും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എന്താണ്, ഈ ലക്ഷറി ട്രാവൽസ് ഒന്നും പോകരുത്. പക്ഷേ ഒരു മുതാഅത്തുൽ ഹയാത്തി ഫി സുഉബതിഹ എന്ന് പറഞ്ഞിട്ടൊരു ഒരു കോട്ടുണ്ട്, വിച്ച് ബേസിക്കലി മീൻസ് ദി ടേസ്റ്റ് ഓഫ് ട്രാവലിംഗ് ഈസ് ആക്ച്വലി ഇൻ ഇറ്റ്സ് ഹാർഡ്ഷിപ്സ്. ഹാർഡ്ഷിപ്പുകൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുക. അങ്ങനെ യാത്ര ചെയ്ത് വരുമ്പോൾ അസ്വാൻ എന്ന് പറയുന്നൊരു സ്ഥലത്തെത്തി. അസ്വാൻ എന്നുള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം. അങ്ങനെ അത്ഭുതപ്പെട്ടു പോയി. തബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, എത്ര വലിയ ക്രിയേറ്ററാണ് അള്ളാഹു എന്നുള്ളത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്ന രീതിയിലുള്ള. ബൈക്കായിട്ട് പോകുമ്പോൾ ലെഫ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുന്ന മരുഭൂമി, അതിനുശേഷം ഒരു സൈഡിൽ നോക്കുകയാണ് ഫുൾ പാടങ്ങൾ. ആ പാടത്തിൽ തൊട്ട ശേഷം വലിയൊരു നൈൽ റിവർ അതിൻ്റെ ബേസിൽ നിന്ന് ഇങ്ങനെ കാണുകയാണ്. അതിനുശേഷം മലകൾ ഇങ്ങനെ കാണുന്നത്. ഭയങ്കര രസകരമായിട്ടുള്ളൊരു യാത്രയായിരുന്നു അത്. മണിക്കൂറുകളോളം അങ്ങനെ അത് കണ്ട് ആസ്വദിച്ച് യാത്ര ചെയ്തു. രാത്രി ഇരുട്ടായി. അപ്പോൾ എനിക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഐ ഡോണ്ട് ലൈക്ക് ടു ഷെഡ്യൂൾ മൈ ട്രാവൽസ്. ഞാനിങ്ങനെ എൻ്റെ ഒരു കയ്യിലൊരു ബാഗുണ്ട്, അതിൽ കുറച്ച് പൊതപ്പുണ്ട്. യാത്ര ചെയ്യുമ്പോൾ രാത്രി ആയി കഴിഞ്ഞാൽ റോട്ടുമ്പോൾ എടുക്കുക, എവിടെയായാലും ഐ ജസ്റ്റ് സ്ലീപ്പ് ദെയർ ആൻഡ് ഐ വിൽ ട്രാവൽ, കണ്ടിന്യൂ മൈ ട്രാവൽ എന്നായിരുന്നു പ്ലാൻ. അങ്ങനെ പോയി വന്നപ്പം കുറച്ച് ടെൻറ്റുകളൊക്കെ ഉള്ള സ്ഥലം കാണാണ്. ടെൻറ്റുകളുടെ സ്ഥലം കണ്ടപ്പോൾ ഞാൻ ബൈക്കവിടെ നിർത്തി. എന്നിട്ട് അവിടെ ഐ വെൻറ്റ് ദേ ടു ബേസിക്കലി ഫൈൻഡ് എ ടെൻറ്റ് ടു ബേസിക്കലി സ്ലീപ്പ് ഇൻ. ഒരു വളരെ ചീപ്പായിരുന്നു, ഒരു 150 ഗിനി എന്നാണ് ഈജിപ്ഷ്യൻ കറൻസി. അങ്ങനെ അത് കണ്ടു. അവിടെ ഫുഡും അവൈലബിൾ ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ടെൻറ്റ് ബുക്ക് ചെയ്തിട്ട് ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അങ്ങോട്ട് പോകുന്നുണ്ട്. ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും കൂടി ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കുന്നത് കാണാണ്. ഇസ്ലാമിൽ ഈസ് ദാറ്റ് അലൗഡ്? ഭയങ്കര ഒരുമിച്ചിരുന്ന് ഇങ്ങനെ ഇത് ലാഫിങ് ആൻഡ് ജോക്കിങ് ആൻഡ് ഡാൻസിങ് അറൗണ്ട്, ഈസ് ദാറ്റ് അലൗഡ് ഇൻ ഇസ്ലാം? ഒരിക്കലും അലൗഡ്, ഇഖ്തിലാത്താണ്, ഹറാമാണ്. സോ ഐ തോട്ട് മേ ബി ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നോക്കാന്നാൽ അവിടുന്ന് മാറിയിട്ട് ഞാനിങ്ങനെ ടെൻറ്റിൻ്റെ അവിടെ, എൻ്റെ ടെൻറ്റും അതിൻ്റെ അടുത്താണ്, അവിടെ ഇങ്ങനെ വന്ന് കിടന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഡാൻസൊക്കെ നിന്നു. എന്നിട്ട് ആളുകൾ സംസാരിക്കുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. അതിലൊരു ബ്രോക്കൺ യൂറോപ്യൻ ആക്സെൻറ്റ്, ഒരു ബ്രോക്കൺ യൂറോപ്യൻ നൊർവീജിയൻ ആക്സെൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്.
അതിലൊരു പെണ്ണിങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കുന്നത് കേൾക്കുകയാണ്. അതുപോലെ തന്നെ തിരിച്ച് ഒരു ബ്രോക്കൺ അറബിക് ഇംഗ്ലീഷ് ആക്സെൻറ്റിൽ ഒരാളിങ്ങനെ ഉത്തരം പറയുന്നതും കേൾക്കുന്നുണ്ട്. അതിൽ ആ സ്ത്രീ ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, അയാൾ ഉത്തരവും പറയുന്നുണ്ട്. എനിക്ക് മനസ്സിലായത് ഇയാൾ ഈ പെണ്ണിന് ദഅവത്ത് കൊടുക്കാൻ ശ്രമിക്കുകയാണ്. ഇയാളൊരു മുസ്ലിം ആയിരിക്കാം. അയാൾ പറയുന്നത് ഖുർആനിലുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട്, പക്ഷേ അയാൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ ഭയങ്കര എതിർപ്പ് തോന്നി. അതിൽ ഒന്നാമത് പറഞ്ഞത് എന്താണ്, ഈ ലോകം എർത്ത് എന്ന് പറയുന്നത് ഫ്ലാറ്റാണ്. അങ്ങനെ പറഞ്ഞുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇങ്ങനെ ചോര തിളക്കാൻ തുടങ്ങി. പിന്നെ അവിടെ ഉറങ്ങാൻ കഴിയണില്ല. ഞാൻ പിന്നെ എണീച്ചിട്ട് അവിടെ പോയിരുന്നു, അവരോട് സംസാരം തുടങ്ങിയപ്പോൾ ഈ സ്ത്രീ അറൗണ്ട് ഒരു 45ഓളം വയസ്സുണ്ട്. അവരൊരു എഴുത്തുകാരി കൂടിയാണ്. എന്നിട്ട് അവർ പറയാണ്, ഞാൻ ലോകം മുഴുവനായിട്ട് ഇങ്ങനെ യാത്ര ചെയ്തു. ഐ ഹാവ് ട്രാവൽ ടു ഓവർ 150 കൺട്രീസ്. ഇങ്ങനെ അവർക്കൊരു വിഷ് ലിസ്റ്റ് ഉണ്ട്, ബക്കറ്റ് ലിസ്റ്റ് ഉണ്ട്. ഇങ്ങനെ ടിക്ക് ചെയ്യണം, ഓരോ സ്ഥലത്ത് പോയിട്ട് ഇന്നത് ചെയ്യണം. അവസാനത്തെ 3 രാജ്യങ്ങളിൽ ഒരു രാജ്യമാണ് ഈജിപ്റ്റ് എന്ന് പറയുന്നത്. അതും കൂടി ടിക്ക് ചെയ്തു. ഇനി ബാക്കി 2 കൂടി ഉണ്ട്. അതും കൂടി ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഐ ഹാവ് റീച്ച് മൈ ഒബ്ജക്റ്റീവ്. അപ്പോൾ ഞാൻ ചോദിച്ചു, അത് കഴിഞ്ഞിട്ട് എന്താ ചോദിച്ചു. അപ്പോൾ അവരിങ്ങനെ ആലോചിച്ചു, അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ. എന്നിട്ട് സംസാരം തുടങ്ങിയപ്പോഴാണ് അവർ പറഞ്ഞത്, ദേ ആർ ആക്ച്വലി സഫറിങ് ഫ്രം എക്സിസ്റ്റൻഷ്യൽ ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു ഡിപ്രഷൻ്റെ കേസ് ഉണ്ട്. വേറെ തന്നെയാണത്. സുബ്ഹാനല്ലാഹ്. അതായത് ജീവിതത്തിന് ഒരു അർത്ഥമില്ല, ദർ ഇസ് നോ ഒബ്ജക്റ്റീവ് ഇൻ ലൈഫ് എന്ന് വരുമ്പോൾ അത് ജീവിതത്തിൽ ഉണ്ടാക്കുന്ന വിഷാദരോഗം വേറെ തന്നെയാണ്. ഒരു ഡോക്ടർ വിക്ടർ ഫ്രാങ്ക്ലിൻ എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ദ മാൻ സെർച്ച് ഫോർ മീനിങ് എന്നുള്ള പുസ്തകമുണ്ട്. അതിൽ ലോഗോതെറപ്പി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് പറയുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, എ മാൻ ഹു ആക്ച്വലി ലിവ്സ് എ ലൈഫ് വിത്തൗട്ട് എ പേർപ്പസ് ഈസ് ഡെസ്റ്റിൻഡ് ഫോർ എ ലൈഫ് ഓഫ് ഡിപ്രഷൻ. ഒരു ഒബ്ജക്റ്റീവ് ഇല്ലാതെ ജീവിതം നയിച്ചു കഴിഞ്ഞാൽ ഡിപ്രഷനിലേക്ക് എത്തും എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ ഈ സ്ത്രീ പറയുന്നുണ്ട്, ഇതൊക്കെ ചെയ്തിട്ടും എനിക്ക് എന്ത് കിട്ടുന്നില്ല, സന്തോഷം കിട്ടുന്നില്ല എന്നുള്ളത്. നമ്മൾ ശരിക്കും നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം, വേർ വിൽ വി ഫൈൻഡ് ഹാപ്പിനെസ്? നമ്മളതൊക്കെ ചെയ്യുന്നത് എന്തിനാണ്? ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ചെയ്തതും ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും ചെയ്ത ആളുകളാണ് ആര്? അപ്പുറത്തുള്ള ടീം. അവർക്കും എന്ത് കിട്ടിയിട്ടില്ല? ഹാപ്പിനെസ്. സോ നൗ ദ ക്വസ്റ്റ്യൻ ഈസ്, വേർ ഡു വി ആക്ച്വലി ഫൈൻഡ് ഇറ്റ്? എവിടെ കണ്ടെത്തുമെന്നുള്ള വലിയ ചോദ്യം നമ്മൾ നമ്മോട് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. യൂറോപ്പിലാണ് എന്ത് ഫിലോസഫി ഉള്ളത്? ഫിലോസഫിയുടെ പേരെന്തായിരുന്നു? ഹെഡണിസം എന്നുള്ള ഫിലോസഫി ഉള്ളത്. pewresearch.com എന്ന് പറയുന്നത് റിസർച്ചിൻ്റെ വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ഒരു ഓർഗനൈസേഷനാണത്. അവരുടെ സർവേ പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ സ്പീഡിൽ വളർന്നുകൊണ്ടിരിക്കുന്ന മതം എന്താണെന്നറിയും? അത് ഇസ്ലാമാണ്. 2050 ലോകത്തിലെ ഏറ്റവും വലിയ മതം ഇസ് ഗോയിങ് ടു ബി ഇസ്ലാം. ഇസ്ലാം ഇസ് ഗോയിങ് ടു ബി ദ മോസ്റ്റ് ന്യൂമറസ്, or will have the most numerous people in the world by 2050. And it is the fastest growing religion എന്നൊക്കെ പ്യൂർ റിസർച്ച് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ നമ്മോട് തന്നെ ചോദിക്കേണ്ട വേറെ ചോദ്യം, ഇസ്ലാമിൽ ഇതിനൊക്കെ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ടല്ലോ, ഉണ്ട്. നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇൻസ്റ്റിങ്ച്വലായിട്ട് ഇന്നേറ്റായിട്ട് സന്തോഷം കണ്ടെത്താൻ നമ്മുടെ നെഫ്സ് നമ്മോട് തന്നെ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മളതിലേക്ക് പോകാത്തതുകൊണ്ടാണ്, അത് ഹറാമായതുകൊണ്ടാണ്. പക്ഷേ ഇതിനൊക്കെ ആ സന്തോഷം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾക്ക് ശരിക്കും ഒരു ലിമിറ്റ് വെക്കുന്ന, റെസ്ട്രിക്ഷൻ വെക്കുന്ന മതമാണ് ഇസ്ലാം. അങ്ങനെ ഫുൾ ഫ്രീഡമുള്ള ഈ രാജ്യങ്ങളിൽ, ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ എന്തുകൊണ്ട് ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നു? പ്രത്യേകിച്ച് സ്ത്രീകളാണ് ഇസ്ലാമിലേക്ക് ഏറ്റവും കൂടുതൽ വരുന്നത്, യൂറോപ്പിലൊക്കെ ഏറ്റവും കൂടുതൽ വരുന്നത്. വൈ ആർ ദേ കമ്മിങ് ടു ഇസ്ലാം എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്, കുറേ ചിന്തിക്കേണ്ട ഒരു ചോദ്യമാണ്. സുബ്ഹാനല്ലാഹ്. അതിനുള്ള ഉത്തരം ഈ ഓസ്ട്രേലിയ തന്നെ വൺ പാത്ത് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലുണ്ട്. വൺ പാത്ത് നെറ്റ്വർക്ക്, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ചാനൽ, ഹൈലി റെക്കമെൻഡഡ്. അതിൽ ഒരു ഡോക്യുമെൻ്ററിയാണ്, ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ള ഒരാളുടെ കഥയാണ്. നല്ല മാഷാഅല്ലാഹ് തൊപ്പി ഇട്ടിട്ട് നല്ല താടിക്കുള്ള ഒരാൾ. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കഥ പറയുകയാണ്. കഥ പറയുമ്പോൾ അദ്ദേഹം പറയാണ്, എനിക്ക് 6 നൈറ്റ് ക്ലബ്ബുകൾ ഉണ്ടായിരുന്നു. ഐ ഹവ് ബീൻ മേക്കിംഗ് മില്യൺസ് ഓഫ് ഡോളേഴ്സ് ഫ്രം ഇറ്റ്. പക്ഷെ ഒരു ദിവസം പോലും മനസ്സമാധാനത്തോടു കൂടി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറയാണ്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അദ്ദേഹം കുറേ സെർച്ച് ചെയ്തു. ഹി സെർച്ച്ഡ് ഇൻ ബുദ്ധിസം, ഹി സെർച്ച്ഡ് ഇൻ ക്രിസ്ത്യാനിറ്റി, ഹി സെർച്ച്ഡ് ഇൻ ഹിന്ദുയിസം, ഹി സെർച്ച്ഡ് ഇൻ പാർസിസം, ഹി സെർച്ച്ഡ് ഇൻ എയ്തീസം, ഹി സെർച്ച്ഡ് ഇൻ എ ലോട്ട് ഓഫ് ഡിഫറെൻറ്റ് റിലീജിയൻസ് ടു ഫൈൻഡ് ഹാപ്പിനെസ്. എന്നിട്ട് അവസാനം എത്തിയത് ഇസ്ലാമിലേക്കാണ്. ഇസ്ലാമിലേക്ക് എത്തിയിട്ട് അദ്ദേഹം മുസ്ലിമായി ഷഹാദത്ത് ചൊല്ലിയതിനു ശേഷം അത് ഭയങ്കര ഒരു ഫീൽ തന്നെയാണ് കേട്ടോ. ഷഹാദത്ത് ചൊല്ലുക എന്നുള്ളത് ഇറ്റ്സ് എൻ അസ്റ്റോണിഷിങ് ഫീലിംഗ് ആണ്. എൻ്റെ ഒരു ഫ്രണ്ട്, ഞാൻ ഈജിപ്തിലേക്ക് പോയപ്പോൾ എൻ്റെ ആദ്യത്തെ റൂംമേറ്റ് അബ്ദുറഹ്മാൻ എന്നാണ് അതിൻ്റെ പേര്, ഫ്രഞ്ചുകാരനാണ്. അവൻ്റെ ആദ്യത്തെ പേര് യനീക്ക് എന്നായിരുന്നു. അവന് ഓർത്തഡോക്സ് ക്രിസ്ത്യനാണ്. അവന് പാരീസിലാണ് അവൻ ജനിച്ച് വളർന്നത്. അവിടെ ശരിക്കും അവന് ഗാങ് ലൈഫ് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ലൈഫ് നയിച്ചു വന്നിട്ട്
ഇതിലൊന്നും സന്തോഷം കണ്ടെത്താതെ അവനിങ്ങനെ ഇസ്ലാമിനെ പറ്റി പഠിക്കാൻ തുടങ്ങി. നെറ്റിലൂടെ ഇങ്ങനെ എന്തോ സാധനം കണ്ടപ്പോൾ ഇങ്ങനെ പഠിക്കാൻ തുടങ്ങിയിട്ട് അവന് ഇസ്ലാമാണ് ഹക്ക്, യഥാർത്ഥ മതം എന്ന് മനസ്സിലായി. എന്നിട്ട് ഇസ്ലാമിലേക്ക് വരുമ്പോൾ അവന് ഷഹാദത്ത് ചൊല്ലിയ അതിൻ്റെ ചില കാര്യങ്ങൾ സീനറി പോലെ എനിക്ക് പറഞ്ഞു തരുന്നുണ്ട് ഈജിപ്തിലിരിക്കുമ്പോൾ. എന്നിട്ട് അവൻ എങ്ങനെ കരയാണ്, സുബ്ഹാനല്ലാഹ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഇസ്ലാമിലേക്ക് വരുമ്പോൾ ഒരാൾ അനുഭവിക്കുന്നൊരു സുഖമുണ്ട്. ലൈക്ക് യുവർ ബേർഡൻസ് ആർ ബീങ് ടേക്കൺ ഓഫ്. മേലുള്ള എല്ലാ ബേർഡൻസും, നമ്മളെ വെയ് ഡൗൺ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അത് ടേക്കൺ ഓഫ് ചെയ്യുന്ന പോലെയുള്ളൊരു ഫീലിംഗ്. വേറൊരു സുഹൃത്ത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നുള്ള ഖാലിദ് വാറെന്നാണ് അവൻ്റെ പേര്. അവന് കാത്തലിക് ക്രിസ്ത്യനായിരുന്നു. അവന് ഇസ്ലാമിലേക്ക് വരുന്ന കഥയുണ്ട്. അവന് ഡ്രഗ് അഡിക്റ്റൊക്കെ ആയിരുന്നു. അങ്ങനെ ഹി ഫൗണ്ട് ഇസ്ലാം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ള കഥ പറയുമ്പോഴും ഹി വാസ് ആക്ച്വലി ക്രൈങ്. സുബ്ഹാനല്ലാഹ്. ഞാൻ പറഞ്ഞു വരുന്നത്, അവന് ഈ ഓസ്ട്രേലിയയിലുള്ള ആൾ, നൈറ്റ് ക്ലബിൻ്റെ ഓണറായിട്ടുള്ള ആൾ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇസ്ലാമിലേക്ക് വരുന്നു. എന്നിട്ട് പറയുകയാണ്, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ആ ഒരു രാത്രി എനിക്ക് മനസ്സമാധാനമായിട്ട് ഉറങ്ങാൻ കഴിഞ്ഞത് എന്ന് പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഈ ഡോട്ട്സ് മൊത്തമായിട്ട് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ദാറ്റ് ഈസ് ഇസ്ലാം ഈസ് ദ സീക്രട്ട് ടു ഹാപ്പിനെസ്. പക്ഷേ പിന്നെ നമ്മൾ ചോദിക്കുന്നത്, നമ്മളിപ്പോൾ മുസ്ലിങ്ങളായിട്ട് എത്ര കാലമായി നമ്മൾ മുസ്ലിങ്ങളായിട്ട്? 20 കൊല്ലം, 30 കൊല്ലം, 40 കൊല്ലം, 50 കൊല്ലം മുസ്ലിമായിട്ട് ജീവിച്ചിട്ട് ഇവരനുഭവിച്ചിട്ടുള്ള ഒരു ഹാപ്പിനെസ് എനിക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മോട് തന്നെ ചോദിക്കുക. സോ ദർ ഈസ് എ പ്രോബ്ലം വിത്ത് വിച്ച് വി ആർ അപ്രോച്ചിങ് ദ റിലീജിയൻ. നമ്മൾ റിലീജിയനുമായിട്ട് എൻഗേജ് ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കുറേ പ്രശ്നങ്ങളുണ്ട്. ഞാനൊരു എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിയിൽ റിസർച്ച് അനലിസ്റ്റായിട്ട് വർക്ക് ചെയ്തിരുന്നു. നമ്മുടെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് 2 കൊല്ലമായിരുന്ന പ്രൊജക്റ്റ്. ആഷിഫ് സാറുടെ കീഴിൽ PM ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഹെഡാണ് അദ്ദേഹം, സിവിൽ സർവീസ് ട്രെയിനിങ് അക്കാഡമിയുടെ. നമ്മൾ ചെയ്തിട്ടുള്ള പ്രൊജക്റ്റ് എന്ന് പറയുന്നത്, വി വർ ആക്ച്വലി സ്റ്റഡിങ് ദി എഡ്യൂക്കേഷൻ സിസ്റ്റം. ജപ്പാനിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം, ന്യൂസിലൻഡിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം, ഇതൊക്കെ പഠിക്കുകയായിരുന്നു നമ്മുടെ വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കണക്റ്റഡ് ഇസ്ലാമിക് എഡ്യൂക്കേഷൻ സിസ്റ്റവും പഠിച്ചു. സുബ്ഹാനല്ലാഹ്, എഡ്യൂക്കേഷൻ സിസ്റ്റം ഈസ് എക്സ്ട്രീംലി പ്രോബ്ലമാറ്റിക്. കുട്ടികളെ നമ്മൾ നമസ്കാരം പഠിപ്പിക്കുന്നുണ്ട്, എങ്ങനെ നമസ്കരിക്കണമെന്ന് പഠിപ്പിക്കുന്നുണ്ട്, പക്ഷേ എന്തിന് നമസ്കരിക്കണം എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കൊടുക്കാത്ത there are a lot of problems. പക്ഷേ ഇങ്ങനെയൊക്കെ ഈ സിസ്റ്റത്തിലൂടെയൊക്കെ വളർന്നു വന്നിട്ട് നമ്മൾ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ, am I satisfied being a Muslim? ഈ ആളുകളൊക്കെ അനുഭവിക്കുന്ന ഒരു സന്തോഷം അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഇറ്റ്സ് എ വെരി വെരി ഡീപ്പ് ക്വസ്റ്റ്യൻ. അങ്ങനെ സാധിച്ചിട്ടില്ലെങ്കിൽ there is a major problem in the way we approach religion. റിലീജിയനുമായിട്ട്, മതവുമായിട്ട് എൻഗേജ് ചെയ്യുന്നതിൽ വളരെ കൂടുതൽ പ്രശ്നം സംഭവിച്ചിട്ടുണ്ടെന്നതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 6236 ആയത്തുകളിൽ അള്ളാഹു നമ്മോട് പറഞ്ഞു വെക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, കുറേ ഗൈഡൻസുകളുണ്ട്, ഹിദായത്തുകളുണ്ട്. അതെനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ? ജീവിതത്തിൽ കുറേ കാലമായി ഞാൻ നമസ്കരിക്കുന്നു, 5 നേരം നമസ്കരിക്കുന്നുണ്ട്. പക്ഷേ ഈ 5 നേരം നമസ്കാരത്തിലൂടെ ശരിക്കും നമുക്ക് കിട്ടേണ്ട ഹാപ്പിനെസ് കിട്ടിയിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, യാ ബിലാൽ അരഹ്നാ ബിസ്സലാത്തി യാ ബിലാൽ. വേറൊരു റിവായത്തിൽ അരഹ്നാ ബിൽ അദാനി യാ ബിലാൽ. ഓ ബിലാലെ, അദാന് കൊണ്ട്, നമസ്കാരം കൊണ്ട് നമുക്ക് റിലാക്സേഷൻ തരും. അരഹ്ന റാഹ എന്നുള്ള കലിമത്താണ് അതിൻ്റെ മസ്ദർ. അതിലൂടെ നമുക്ക് റിലാക്സേഷൻ തരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുമ്പോൾ. നമുക്ക് അങ്ങനെയാണോ തോന്നാറുള്ളത്? നമ്മളൊരു പ്രധാനപ്പെട്ട വർക്കിൻ്റെ ഇടയിൽ ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താ തോന്നല്? റാഹയാണോ തോന്നാറുള്ളത്? അല്ലെങ്കിൽ പടച്ചനഞ്ഞ് പോയി നിസ്കരിക്കണം, എന്ത് വെറുപ്പിക്കലാണത് എന്നുള്ള ഫീലിംഗ് ആണോ വരാറ് എന്നുള്ളത് നമ്മൾ ചിന്തിച്ച് നോക്കുക. ദർ ഇസ് എ പ്രോബ്ലം, എ മേജർ പ്രോബ്ലം വിത്ത് വിച്ച് വി ഹാവ് അപ്രോച്ച് റിലിജൻ. റിലിജൻ എന്ന് പറയുന്നത് ചില കുട്ടികളോട് സംസാരിച്ച് കഴിഞ്ഞാൽ അവർ പറയും, അതെന്തോ ഹറാമും ഹലാലും മാത്രം സംസാരിക്കുന്ന എന്തോ ഒരു സംഭവം മാത്രമാണ്. എ സ്ട്രക്ചർ, ഫ്രെയിം വർക്ക് ഓഫ് ഡൂസ് ആൻഡ് ഡോൺസ്, എ കോൺസ്റ്റിറ്റ്യൂഷൻ, IPC സെക്ഷൻസ് പറയുന്ന പോലെ റൂൾസ്, റെഗുലേഷൻസ് ആൻഡ് ലോസ് പറയുന്ന ഒരു സിസ്റ്റം ഓഫ് തോട്ട് മാത്രമാണ് മതം എന്ന് വിചാരിക്കുന്ന ഒരു ജനത നമ്മളിൽ വളർന്നു വരുന്നുണ്ട്. അവർക്ക് ഇസ്ലാം എന്താണെന്ന് ക്ലിയറായിട്ട് മനസ്സിലാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ഇസ്ലാമിലൂടെ കിട്ടേണ്ട ഒരു ഔട്ട്പുട്ട് നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സന്തോഷത്തിനെ പറ്റി കുറേ പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരിക്കും ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. മനുഷ്യകുലം ഭൂമിയിൽ പറിച്ചു നടപ്പെട്ട സമയം മുതൽ തന്നെ there have been billions of people, ബില്യൺ കണക്കിന് ആളുകൾ ജനിച്ച് മരിച്ചിട്ടുണ്ട്. അവർ എല്ലാവരും എന്താണ് പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, എല്ലാവരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ സൂറത്തുൽ മുൽക്കിൽ പറയുന്നുണ്ട്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ജീവിതം എന്ന് പറയുന്നത് എന്താണ്? ബലാ ആണ്, ഇതൊരു ടെസ്റ്റാണെന്ന് പറയുന്നുണ്ട്. വി ആർ ഓൾ ബീങ് ചാലഞ്ച്ഡ്. നമുക്ക് ഓരോ ചാലഞ്ചുകളാണ്. ചില ആളുകൾക്ക് അത് ഫിനാൻഷ്യൽ ചാലഞ്ചുകളായിരിക്കും, ചില ആളുകൾക്ക് അത് മെൻ്റൽ പ്രശ്നങ്ങളായിരിക്കും,
ചില ആളുകൾക്ക് അത് ഫിസിക്കൽ പ്രശ്നങ്ങളായിരിക്കും, ചില ആളുകൾക്ക് അത് സോഷ്യൽ പ്രശ്നങ്ങളായിരിക്കും, ചില ആളുകൾക്ക് അത് പൊളിറ്റിക്കൽ പ്രശ്നങ്ങളായിരിക്കും. അങ്ങനെ വ്യത്യസ്ത രീതിയിൽ എല്ലാ ആളുകളും പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കുറേ ആളുകൾ നമ്മൾ പുറമേ ചിലപ്പോൾ ഭയങ്കര പൈസ ഉണ്ട് ആൾക്ക്, നമ്മളിങ്ങനെ കാണുമ്പോൾ മെഴ്സറീസ് ബെൻസ് ജി ക്ലാസ്സിൽ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്യുന്നത്, കുടുംബത്തോടൊപ്പം ചിരിച്ച് യാത്ര കാണുകയാണെങ്കിലും വി കം ടു എൻ അസംഷൻ അവർ സന്തോഷമുണ്ടെന്ന് നമുക്ക് തോന്നുകയാണ്. അവർക്ക് ഒരു ചാലഞ്ചും ഇല്ല നമുക്ക് തോന്നുകയാണ്. നമ്മളെ കോളേജിൽ ഞാൻ സൈക്കോളജി പഠിക്കുമ്പോൾ നമ്മളെ കോളേജിൽ ഒരു പ്രോഗ്രാം നടന്നു. അതിൽ വന്നിട്ടുള്ള സൈക്കോളജിസ്റ്റ് ഡോക്ടർ വിനോദ് റോൾഡൻ എന്ന് പറയുന്നൊരു സൈക്കോളജിസ്റ്റാണ്. അറിയപ്പെട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് സെലിബ്രിറ്റി കൗൺസിലിംഗ് കേസുകളാണ് വരിക. അദ്ദേഹത്തിൻ്റെ ഒരു സിറ്റിങ്ങിന് തന്നെ അറൗണ്ട് ഒരു 23,000-25,000 ആണ് ഒരു സിറ്റിങ്ങിന്. പ്രൈമറി ആയിട്ടുള്ള ഒരു 15 to 20 minute സെഷനാണ് ഇത്രയും കൊണ്ട് അദ്ദേഹം വാങ്ങുന്നത്. അങ്ങനെ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന് കുറേ സെലിബ്രിറ്റീസായിട്ട് എൻഗേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണ്. അതായത് എല്ലാ സംഭവം ഉണ്ട് അവർക്ക് ദേ ഹാവിങ് വെൽത്ത്, അവർക്ക് സൗന്ദര്യമുണ്ട്, അവർക്ക് ഭയങ്കര കുടുംബങ്ങളുണ്ട്, ഭയങ്കര പൊളിറ്റിക്കൽ കണക്ഷൻസ് ഉണ്ട്, ഭയങ്കര റെസ്പെക്റ്റാണ്. എവിടെ പോയി കഴിഞ്ഞാലും ആളുകൾ അവരെ അംഗീകരിക്കും. പക്ഷേ ഈ ആളുകളുടെ പേഴ്സണൽ ലൈഫ് അറിയുന്ന ഡോക്ടർ വിനോദ് പറയുന്നത് ഐ ഹാവ് നോട്ട് സീൻ പീപ്പിൾ ആസ് ഡിപ്രസ്ഡ് ആസ് ദം. അവരുടെ പോലെ എത്ര ഡിപ്രഷൻ അനുഭവിക്കുന്ന ആളുകളെ കണ്ടിട്ടില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. വിഷയത്തിലേക്ക് വരാം. ഞാൻ പറയുന്നത് എല്ലാ ആളുകളും കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ട ആളാരാണ്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ജനിക്കുന്നത് യതീമായിട്ട് ചെറുപ്പകാലത്ത് ഉമ്മ മരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വല്യപ്പയുടെ പേരെന്താണ്? അബ്ദുൽ മുത്തലിബ്. ചെറുപ്പത്തിലേ മരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹത്തിന് നുബുവത്ത് കിട്ടുകയാണ്. നുബുവത്ത് കിട്ടിയതിനു ശേഷം മുഴുവൻ ബലാണ്, മുഴുവൻ ടെസ്റ്റുകളാണ്. ഹിസ് ആക്ച്വലി ബീങ് ഇൻസൾട്ടഡ്, ഹിസ് ബീങ് ഡിസ്ക്രിമിനേറ്റഡ്, ഹിസ് ബീങ് മാർജിനലൈസ്ഡ്, ഹിസ് ബീങ് സെഗ്രിഗേറ്റഡ്, ഹിസ് ബീങ് സൈഡ് ലൈൻഡ്, ഹിസ് കമ്പാനിയൻസ് ആർ ബീങ് ബുച്ചർഡ് ആൻഡ് കിൽഡ്. എല്ലാ രീതിയിലും എന്താണ്? ഹിസ് ആക്ച്വലി ബീങ് അറ്റാക്ഡ്. അതിനിടയിൽ ഖദീജ റളിയല്ലാഹു അൻഹയും അദ്ദേഹത്തിൻ്റെ മൂത്താപ്പയായിരുന്ന അബൂ താലിബും ഒരേ വർഷം ഹിസ്റ്ററിയിൽ അതറിയപ്പെടുന്ന എന്താണ്? ആമുൽ ഹുസൻ, സങ്കടത്തിൻ്റെ വർഷം എന്നറിയപ്പെടുന്ന അങ്ങനെ മരിക്കുകയാണ്. ഉഹദ് യുദ്ധത്തിൽ സ്വന്തം മൂത്താപ്പ ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊന്നത് ഇങ്ങനെ മുന്നിൽ കാണേണ്ട അവസ്ഥ വരുവാണ്. കുറേ സുഹൃത്തുക്കളും സൗഹൃദങ്ങളൊക്കെ എല്ലാവരും ദീനിനോട് മരിക്കുന്നത് കാണാണ്. ഇങ്ങനെ പ്രയാസങ്ങളുടെ മേൽ പ്രയാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിക്കുകയാണ്. പക്ഷെ അഹാദീസുകളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്വഹാബിമാർ പറയുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ പുഞ്ചിരിക്കുന്ന ഒരാളെ ഇതുവരെ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ സമൂഹത്തിൽ കണ്ടിട്ടില്ല എന്ന് പറയുന്ന ഔഖ്യമാക്കാൽ അങ്ങനെയുള്ള റിവായത്തുകൾ നമുക്ക് കാണുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, അത്ഭുതമാണ് ശരിക്കും. ഇങ്ങനെ പ്രശ്നത്തിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവില്ലേ? സ്ട്രെസ് പ്രോബ്ലം, ആൻസൈറ്റി പ്രോബ്ലം. ഈ സൈക്കോളജി ഫീൽഡ് പഠിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു വർഷം 2 വർഷം ഒരു പ്രശ്നം എന്താ പറയുക? നമ്മൾ ആളുകളെ കാണുമ്പോൾ ആദ്യം ഡയഗ്നോസ് ചെയ്യാനാണ് നോക്കുക. ഇയാൾക്ക് എന്താണ് പ്രശ്നം? അയാളെ സിംറ്റംസ് ഇങ്ങനെ നോക്കും, സിംറ്റമാറ്റിക് അനാലിസിസ് കൊടുക്കും. ശരിക്കും എല്ലാവർക്കും പ്രശ്നമുണ്ട്, എല്ലാവരും മാനസിക രോഗികളാണെന്നുള്ളത് കുറച്ച് കാലം ഫീൽഡിൽ എല്ലാവർക്കും ഒരു പ്രശ്നമില്ലാത്ത ആളുകളില്ല. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഓടിയും എല്ലാവർക്കും ഉണ്ട്. എനിവേ, ഞാൻ പറയുന്നത് ഇങ്ങനെ നമുക്ക്, അതായത് ഇത്ര കൂടുതൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ എന്തായാലും എന്തെങ്കിലും ഒരു പ്രശ്നം അയാളുടെ ജീവിതത്തിലുണ്ട്. ഇങ്ങനെ പുഞ്ചിരിച്ച് നടക്കാനൊന്നും കഴിയില്ലല്ലോ എന്നുള്ള തോട്ട്സ് മനസ്സിൽ വന്നിട്ടുണ്ട് ഈ അഹാദീസുകൾ വായിക്കുമ്പോൾ. ശരി, അങ്ങനെ വരാൻ പാടില്ല. നഅൂദു ബില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പക്ഷെ എന്നെ മാറ്റി ചിന്തിച്ച വേറെ കുറേ എക്സ്പീരിയൻസുകളാണ്. ഞാൻ ഫലസ്തീനിലേക്ക് യാത്ര ചെയ്യാണ്. അത് 7 ഒക്ടോബറിന് മുന്നെയാണ്. 7 ഒക്ടോബർ യുദ്ധത്തിന് മുന്നെയാണ്. ഞാൻ ആദ്യം ജോർദനിലേക്ക് പോയി. ജോർദനിൽ നിന്ന് ബസ്സായിട്ട് ഇസ്രായേലിലേക്ക് കടക്കുകയാണ്. ഇസ്രായേൽ UN ബോർഡർ ഉണ്ട്. UN ബോർഡർ കടന്നിട്ട് ബെത്ലഹാമിലേക്ക് പോയിട്ട് ബെത്ലഹാമിലുള്ള ഹോട്ടലിലാണ് നമ്മളൊന്ന് താമസിക്കുന്നത്. അങ്ങനെ അവിടെ താമസിക്കുമ്പോൾ ഞാൻ ആ സമയത്ത് മീഡിയ വണ്ണിൽ ജേർണലിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അതിൽ നിന്ന് ഡിസ്കണക്റ്റായി. ഇറ്റ്സ് എ ഡിഫറെൻറ്റ് സ്റ്റോറി. അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ ഒരു ജേർണലിസ്റ്റിക് തരണ്ട് ഐ വോണ്ട് ടു അണ്ടർസ്റ്റാൻഡ് എന്താണ് ഈ ഗ്രൗണ്ട് റിയാലിറ്റിയിൽ നടക്കുന്നത് എന്നുള്ളത് വീഡിയോഗ്രാഫി ചെയ്തിട്ട് പുറത്ത് വിട്ടാലോ എന്ന് ആലോചിച്ചു. ഭയങ്കര കൗതുകമായിരുന്നു. എന്നിട്ട് ഞാൻ ഹോട്ടലിൽ നിന്ന് രാത്രി വരെ കാത്തുനിന്നു. സെക്യൂരിറ്റിമാരൊക്കെ ഒന്ന് ക്ലിയർ ആവുന്ന സമയം വരെ ഒന്ന് കാത്തുനിന്നിട്ട് രാത്രി പുറത്തിറങ്ങി. ഒരു 12-12:30 ആയിട്ടുണ്ടാവും. ഇങ്ങനെ കുറേ നടന്നു. അടക്ക കാലിയാണ്, ആളുകൾ വളരെ കുറവാണ്. നടന്ന് മസ്ജിദ് ഉമറുണ്ട്. മസ്ജിദ് ഉമറിൻ്റെ ഒക്കെ അടുത്തേക്കുമ്പോൾ ഒരു വളരെ വയസ്സായിട്ടുള്ളൊരാൾ, ഒരു വെള്ളത്താടിയൊക്കെ ഉള്ള ഒരാൾ അവിടെ ഇങ്ങനെ നിൽക്കുന്നത് കാണാണ്. അപ്പം ആദ്യം പോയിട്ട് ഇംഗ്ലീഷിൽ സംസാരിച്ചു. മൈ നെയിം ഈസ് വാഫി, ഐ എം എൻ ഇന്ത്യൻ സ്റ്റുഡൻറ്റ്, ഐ കെയിം ടു നോ അബൌട്ട് യുവർ സിറ്റുവേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അദ്ദേഹം ഭയങ്കര ഡൗട്ടോടു കൂടി എൻ്റെ മുഖത്തേക്ക് നോക്കണ്ട. ഈ ചങ്ങായി IDF ആണോ
ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിൻ്റെ മുഖാബറാത്തിൻ്റെ ആളാണോ എന്താണെന്ന് ഇങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നേരെ ലാംഗ്വേജ് സ്വിച്ച് ചെയ്തു, അറബിയിൽ സംസാരിക്കാൻ തുടങ്ങി. താലിബിൻ ജാമിഅത്തുൽ അസ്ഹർ അച്ചൈത് ഹുനാ ഹത്താ അഫ്ഹമ അഫ്ഹാലുക്കും. അവർ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഓക്കെ ഹി വാസ് ഏബിൾ ടു കണക്ട്. ഒരാളുടെ ഭാഷ സംസാരിക്കുമ്പോൾ കണക്ടിവിറ്റി ശരിക്കും ഞാൻ യാത്രയോട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണത്. അങ്ങനെ അവരോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഓൾ റൈറ്റ്, ഐ ഗിവ് യു ദ ഇൻഫർമേഷൻ ദാറ്റ് യു നീഡ്. പക്ഷേ ഇപ്പോൾ ഇവിടെ പറ്റൂല, ഒരു 3:30 സമയമാകുമ്പോൾ ബത്ലഹം യൂണിവേഴ്സിറ്റി റോഡിലേക്ക് ഒന്നും കൂടി വരാൻ പറഞ്ഞു. ഞാൻ ഹോട്ടലിലേക്ക് തിരിച്ചു പോയി. കറക്റ്റ് ടൈമിന് അവിടെ എത്തിയപ്പോൾ അദ്ദേഹം അതിന് മുന്നേ അവിടെ എത്തിയിട്ട് കാത്തു നിൽക്കുന്നുണ്ട്. അങ്ങനെ സുബ്ഹാനല്ലാഹ് അദ്ദേഹത്തിൻ്റെ കൂടെ ബത്ലഹാം സ്ട്രീറ്റ്സിൽ രാത്രി നമ്മളിങ്ങനെ നടന്നു, കുറേ നേരം നടന്നു. അങ്ങനെ ഓരോ സ്ട്രീറ്റ്സിൻ്റെ ഓരോ കോർണറിലേക്കും അദ്ദേഹം പോയിട്ട് അവിടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം പറയാണ്, ഇദ്ദേഹം ഇവിടെയാണ് ഷഹീദായത്. മറ്റേ പേര് പറഞ്ഞിട്ട് സുലൈമാൻ, ഇദ്ദേഹം ഇവിടെയാണ് ഷഹീദായത്. അബ്ദുറഹ്മാൻ, അവനിവിടെയാണ് ഷഹീദായത്. ഇങ്ങനെ നടന്ന് ഒരു വലിയൊരു ബോർഡുണ്ട്, കുറേ ആളുകളുടെ ഫോട്ടോ ഉണ്ട്. അതിലൊരു സ്ത്രീയുടെ ഫോട്ടോ ഉണ്ട്, ആമിന അബ്ദെ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീയുടെ ഫോട്ടോ കാണിച്ചുകൊണ്ട് പറയണം. ഇദ്ദേഹത്തിൻ്റെ പേര് സാമിയ അബ്ദെ എന്നാണ്. ആ ഫോട്ടോ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സാമിയ അബ്ദെ പറയുന്നുണ്ട്, ഇതെൻ്റെ ഉമ്മയാണ്. എൻ്റെ ഉമ്മയെ അവർ കൊന്നത് എൻ്റെ വീട്ടിലേക്ക് കയറിക്കൊണ്ട് ഫർണിച്ചറൊക്കെ പൊട്ടിച്ച് തലയിലേക്ക് തോക്ക് ചൂണ്ടി വെടിവെച്ച് കൊന്നതാണ്. എൻ്റെ ഉമ്മ പിടഞ്ഞു മരിക്കുന്നത് ഞാൻ കാണേണ്ടി വന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ്, ഇങ്ങനെ ചൂണ്ടി കാണിച്ചുകൊണ്ട്. എന്നിട്ട് അതിൻ്റെ അപ്പുറത്ത് വേറൊരു ഫോട്ടോ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ മൂത്താപ്പയുടെ ഫോട്ടോയാണ്. പറഞ്ഞത് 7 മാസമായിട്ട് ഇസ്രായേലി പ്രിസണിലാണ്. ഇടയ്ക്ക് ഇൻഫർമേഷൻ കിട്ടാറുണ്ട്. അദ്ദേഹത്തിൻ്റെ കാല് കട്ടമ്മൽ ചേഞ്ച് ചെയ്ത് വെച്ചിട്ട് അദ്ദേഹം കുറേ പ്രശ്നങ്ങൾ, ആരോഗ്യത്തിൻ്റെ പ്രശ്നങ്ങളുള്ള ആളൊക്കെയാണ്. ഭയങ്കര അനുഭവിക്കുന്ന വാർത്തകൾ ഇങ്ങനെ വരികയാണ്. എന്നിട്ട് അദ്ദേഹം നടന്ന് അവിടെയുള്ള ബത്ലഹേം അങ്ങാടിയുടെ ഒരു സൈഡിൽ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയാണ്, ഇവിടെയാണ് എൻ്റെ ഇക്കാക്കയെ അവർ വെടിവെച്ച് കൊന്നത്. വെടിവെച്ചിട്ട് 3 ദിവസത്തിൽ മുഴുവൻ അവരെന്താണ് അത് ബാരിക്കേഡ് ചെയ്തു. 3 ദിവസം അങ്ങാടിയിൽ പള്ളി പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും എൻ്റെ സ്വന്തം ബ്രദറിൻ്റെ ഡെഡ് ബോഡി അവിടെ കിടക്കുന്നത് എനിക്ക് കാണേണ്ടി വരികയാണ്. ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ദേ ആർ നോട്ട് അലൗവിങ് മീ ടു ടേക്ക് ദ ബോഡി. ബറി ചെയ്യാൻ പോലും സമ്മതിക്കാതെ അങ്ങനെ ശവം അവിടെ കിടക്കുന്നത് കാണാണ്. ഇങ്ങനെ അദ്ദേഹം നടന്ന് ഞാൻ ഭയങ്കര കുഴങ്ങിയിട്ടുണ്ട്. കുറേ മണിക്കൂറുകളോളം നമ്മൾ നടക്കുകയാണ്, സുബൈ വരെ നടക്കുകയാണ്. എനിക്ക് ഭയങ്കര കാലുവേദനയൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ അദ്ദേഹം അത്ര മുതിർന്ന്, എനിക്കൊന്ന് 60-65 വയസ്സുണ്ടായിരിക്കും അദ്ദേഹത്തിന്. പക്ഷെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഈ ക്ഷീണമോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഇതൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന് അൽഹംദുലില്ലാ 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 അങ്ങനെ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഞാനെന്താണ് ഡയഗ്നോസിങ് സ്റ്റേറ്റിലാണ്. എത്ര കൂടുതൽ പ്രശ്നത്തിലൂടെ കടന്നു പോയി എന്ത് വേണം? എന്തെങ്കിലും ഒരു പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറുകളോ ക്രോണിക് സ്ട്രെസ് പ്രോബ്ലംസോ ആൻസൈറ്റി ട്രിഗറിങ് ഇഷ്യൂസോ അല്ലെങ്കിൽ ഈ ട്രോമ റിലേറ്റഡ് ആയിട്ടുള്ള എപ്പിസോഡ്സ് ഇടയ്ക്കിടയ്ക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്ന പ്രശ്നങ്ങളോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവണമല്ലോ. അങ്ങനെ അത്ഭുതപ്പെട്ടു. ഇത്ര കൂടുതൽ പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാൾ ഇങ്ങനെ പുഞ്ചിരിക്കുന്നത് കണ്ടപ്പോൾ സുബ്ഹാനല്ലാഹ്. അവിടെയാണ് സാമിയ അബ്ദയോട് ചോദിക്കുന്നുണ്ട്, യാ സാമിയ അബ്ദെ കൈഫ് തസ്തതിഅ തബ്തസിം, യാ സാമിയ അബ്ദെ എങ്ങനെ നിങ്ങൾക്ക് ചിരിക്കാൻ കഴിയുന്നു എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം നടക്കൽ നിർത്തിയിട്ട് എൻ്റെ മുഖത്തെ നോക്കി പറഞ്ഞിട്ടുള്ള ചില വാക്കുകളുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ജീവിതത്തിലൂടെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ അങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് അതിങ്ങനെ ആലോചിക്കും. എന്നിട്ട് അദ്ദേഹം പറയാണ്, യാ വാഫി തവക്കല അലല്ലാഹി ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. ഞങ്ങൾക്ക് അല്ലാഹുവിൽ തവക്കലുണ്ട്, ഐ ട്രസ്റ്റ് ഇൻ അല്ലാഹ്. എത്ര പ്രശ്നങ്ങളിലൂടെ പോയിട്ടും ട്രസ്റ്റ് ഇൻ അല്ലാഹ് എന്ന് പറയുന്നത് ഒരു തവക്കുൽ ഭയങ്കരമാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറയുന്നത്, സഹിഹായിട്ടുള്ള ഹദീസാണ്, അജബൻ ലി അംറിൽ മുഅ്മിൻ കുല്ലഹു ലഹു ഖൈർ. അജബ്, അജീബ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണ്? അത്ഭുതം, അസ്റ്റോണിഷിങ്. അജബൻ ലി അംറിൽ മുഅ്മിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the situation of a believer is astonishing. ഒരു മുഅ്മിനിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് അത് അത്ഭുതകരമാണ്. അപ്പോൾ സ്വഹാബിമാർ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് അത്ഭുതം? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അവർ എന്തുണ്ടായി കഴിഞ്ഞാലും എന്ത് പറയും? അൽഹംദുലില്ലാ പറയും എന്നുള്ളതാണ്. ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമുക്ക് അൽഹംദുലില്ലാ പറയാൻ പറ്റുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്ക്. ആ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഈമാനിൻ്റെ ക്വാളിറ്റി കാണിക്കുന്ന സംഭവമാണ്. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. എന്ത് വന്നു കഴിഞ്ഞാലും ഒരു മുഅ്മിന് എന്ത് പറയാൻ സാധിക്കണം? അൽഹംദുലില്ലാ പറയാൻ സാധിക്കണം. ബിസിനസ്സിൽ വളർച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് പറയാൻ സാധിക്കണം? അൽഹംദുലില്ലാ പറയാൻ സാധിക്കണം. ബിസിനസ്സിൽ തകർച്ച ഉണ്ടായിക്കഴിഞ്ഞാലോ അൽഹംദുലില്ലാ പറയാൻ സാധിക്കണം. നല്ല ആരോഗ്യത്തിൽ നിൽക്കുമ്പോൾ എന്ത് പറയാൻ സാധിക്കണം? അൽഹംദുലില്ലാ പറയാൻ സാധിക്കണം. ആരോഗ്യത്തിന് ഭയങ്കര പ്രശ്നം വന്നു കഴിഞ്ഞാൽ ക്യാൻസർ, പാരപ്ലീജിയ, ടെട്രാപ്ലീജിയ, ക്വാഡ്രപ്ലീജിയ ഇതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് പറയാൻ സാധിക്കണം? അൽഹംദുലില്ലാ പറയാൻ സാധിക്കണം. അൽഹംദുലില്ലാ പറയാൻ സാധിക്കും. ജീവിതത്തിൽ വൻ വളർച്ച ഉണ്ടാകുമ്പോൾ, ഉയർച്ച ഉണ്ടാകുമ്പോൾ എന്ത് പറയാൻ സാധിക്കണം? അൽഹംദുലില്ലാ പറയാൻ സാധിക്കണം. തകർന്ന് തരിപ്പണമാകുന്ന അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് പറയാൻ സാധിക്കണം? അൽഹംദുലില്ലാ പറയാൻ സാധിക്കണം. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എന്ത് പറയാൻ സാധിക്കണം? അൽഹംദുലില്ലാ പറയാൻ സാധിക്കണം. ഡിവോഴ്സ് ആയി കഴിഞ്ഞാലോ?
ഓർമ്മയുണ്ട്, ഞാൻ കൊച്ചിയിൽ ഈ ജാനുവരിയിൽ തന്നെ ഒരു പ്രോഗ്രാമിന് പോയി. ഇങ്ങനെ ഫ്ലോയിൽ ഇങ്ങനെ പറഞ്ഞു വരികയാണ്. ഞാൻ കല്യാണം കഴിച്ചാൽ ഞാൻ എന്ത് പറയാൻ സാധിക്കണം, എല്ലാവരും അൽഹംദുലില്ലാ പറഞ്ഞു. ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ എന്ത് പറയാൻ സാധിക്കണം വെച്ചാൽ ആണുങ്ങളെല്ലാവരും കൂടി അൽഹംദുലില്ലാ പറഞ്ഞു. അപ്പോൾ പെണ്ണുങ്ങളെല്ലാവരും അങ്ങോട്ട് ഇങ്ങനെ നോക്കുക. സുബ്ഹാനല്ലാഹ്. ഇനി ഞാൻ പറയുന്നത് അൽഹംദുലില്ലാ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമുക്ക് പറയാൻ സാധിക്കണമെന്നുള്ളതാണ്. ദാറ്റ് ഈസ് ദ സീക്രട്ട് ഓഫ് ഹാപ്പിനെസ്. ദാറ്റ് ഈസ് ദ സീക്രട്ട് ഓഫ് ഹാപ്പിനെസ്. സുബ്ഹാനല്ലാഹ്. ഞാൻ ഈജിപ്തിലെ യാത്രയിലേക്ക് വരാം. ഫലസ്തീൻ നേരെ പോയത് പിന്നെ ഈജിപ്തിലേക്കാണ്. ഈജിപ്തിൽ നിന്നാണ് പിന്നെ ബൈക്ക് എടുത്തിട്ട് യാത്ര തുടങ്ങിയത്. അങ്ങനെ യാത്ര തുടങ്ങി ഞാൻ കുറച്ച് കാലം ഒരു കറിയയിൽ ഒരു വില്ലേജിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു. സുബുക്കുൽ അഹദ് എന്ന് പറയുന്ന വില്ലേജാണ്. അങ്ങനെ അവിടെ താമസിക്കുമ്പോൾ കുഗ്രാമാണ്, ഭയങ്കര കുഗ്രാം. ആളുകൾ യാത്ര ചെയ്യുന്ന ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അതായത് ഞാൻ ചരിത്രത്തിലൂടെ യാത്ര ചെയ്യുന്നൊരു ഫീൽ വന്നു. സുബ്ഹാനല്ലാഹ്. ഈ പുസ്തകങ്ങളിലൂടെയൊക്കെ വായിച്ച മുഹമ്മദ് അസദിൻ്റെ പുസ്തകം ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിലാണ് വായിച്ചത്, ദ റോഡ് ടു മക്ക എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ കൺമുന്നിൽ കാണുന്ന ഒരു ഫീല്. ആളുകൾ യാത്ര ചെയ്യുന്നത് കുതിരമലും കഴുതകളിലൊക്കെ. സുബ്ഹാനല്ലാഹ്. ഭയങ്കര അത്ഭുതപ്പെട്ടു പോയി. റോഡുകളില്ല, ഫുൾ എന്താണ് ഈ റോഡുകൾ, സോയിൽഡ് പാത്വേസ്, അങ്ങനെയുള്ള പാത്വേസ്. ആളുകൾ ജീവിക്കുന്നത് മസ്റഅകളിലാണ്, അതായത് ഫാം ലാൻഡ്സ്. അവർക്ക് കസബ്, അതായത് ഷുഗർ കെയിൻ ഉണ്ട്, റുസ്, റൈസ് ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഫാം ചെയ്തിട്ടാണ് അവർ ജീവിക്കുന്നത്. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നത്. അതിൽ ഞാൻ അവിടെ താമസിക്കുകയാണ്. അവിടെ ഒരു ഷേഖ് ഉണ്ട്, ഷേഖിൻ്റെ കീഴിൽ പഠിച്ചും ചെയ്തു അൽഹംദുലില്ലാ. അങ്ങനെ തഹജ്ജുദ് നമസ്കാരം കഴിഞ്ഞ് നമ്മൾ സുബഹി ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ പള്ളിക്ക് ഇറങ്ങുകയാണ്. ഇറങ്ങുമ്പോൾ ഞാൻ അങ്ങനെ ഇറങ്ങുമ്പോൾ ഒരു സാധനം കണ്ടാണ്. കുറേ കുട്ടികൾ ഒരുമിച്ച് ഇങ്ങനെ ഇറങ്ങി തുള്ളിച്ചാടി ഇങ്ങനെ നടക്കുകയാണ്. ഏത് സമയത്താണ്? സുബൈൻ്റെ മുന്നേ നമ്മൾ കുട്ടികളാരെങ്കിലും ഇങ്ങനെ ഇറങ്ങി നടക്കും. എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. എന്താണത് കാണാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ അവരെ ഫോളോ ചെയ്യുകയാണ്. ഫോളോ ചെയ്യുമ്പോൾ അവർ നേരെ പോകുന്നത് ഫുർണിലേക്കാണ്. ഫുർൺ എന്ന് പറഞ്ഞൊരു ബേക്കറി പോലെയുള്ള ബ്രെഡൊക്കെ ഉണ്ടാക്കുന്ന ഭയങ്കര ചൂടുള്ള ഒരു സ്ഥലമാണത്. ഈ ബ്രെഡൊക്കെ ഉണ്ടാക്കണം, ഹുബ്സ് ഉണ്ടാക്കണം. ഈജിപ്തിൽ ഹുബ്സ് അല്ല, അത് അതിനെക്കാട്ടി ലോ ഗ്രേഡ് ആയിട്ടുള്ള ഐഷ് എന്ന് പറയുന്ന സാധനമുണ്ട്. അതാണ് അവിടെ കഴിക്കുക. ഒരു നുസ്ഗിനിക്കൊക്കെ 50 പൈസയൊക്കെ കിട്ടുന്ന ആ ഒരു ടൈപ്പ് വളരെ ചീപ്പായിട്ട് കിട്ടുന്ന ഹുബ്സാണത്. ഈ കുട്ടികൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് ആ ഒരു ഹുബ്സ് വാങ്ങും, ഒരു പലക വെച്ചിട്ട് അതിങ്ങനെ തലന് മേലെ ഇങ്ങനെ ചുമന്നുകൊണ്ട് അവരിങ്ങനെ നടക്കും. അത് വാങ്ങിയിട്ട് അവർ സൂഖിലേക്ക് പോകും. സൂഖിലേക്ക് പോയിട്ട് അവിടെ നിന്ന് തന്നെ പായിട്ട് അവിടെ ഇങ്ങനെ നമസ്കരിക്കും. എന്നിട്ട് സുബഹി നമസ്കാരം കഴിഞ്ഞ ആളുകൾ ഇങ്ങനെ പുറത്ത് വരുമ്പോൾ സൂഖിലേക്ക് വന്ന് അവരുടെ അടുത്ത് നിന്ന് ഐഷ വാങ്ങി വളരെ തുച്ഛമായിട്ടുള്ള കുറച്ച് പൈസ കൊടുത്തിട്ട് അവർക്ക് ആ കിട്ടുന്ന പൈസ കൊണ്ട് അവർ പിന്നെ പോകുന്നത് വിദ്യാഭ്യാസത്തിനാണ്, സ്കൂളിൽ പോകുന്നു. അങ്ങനെ അവരെ പരിചയപ്പെട്ടു. എന്നിട്ട് സ്കൂളിൽ തിരിച്ചു വരുന്ന സമയത്ത് തന്നെ ഞാൻ അവിടുത്തെ അവരെ കാത്തിക്കുകയാണ്. എന്നിട്ട് അവരുടെ കൂടെ വീട്ടിലേക്ക് നടക്കുകയാണ്. വീട്ടിലേക്ക് നടന്നിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ പട്ടിണി എന്ന് പറയുമല്ലോ, പട്ടിണിയുടെ വ്യത്യസ്ത ഡയമെൻഷൻസ് നമ്മൾ കണ്ടോ. പക്ഷേ ഇങ്ങനെയുള്ള ഇത്രയും പാവപ്പെട്ട ആളുകൾ മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള മതിലുകളിലൂടെ ഒരു ചെറിയ കൂരയൊക്കെ വെച്ചിട്ട് അവിടെ ഇങ്ങനെ ജീവിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഈജിപ്തിൻ്റെ തണുപ്പ് എന്ന് പറയുന്നത്, ഈജിപ്തിൻ്റെ ചൂട് എന്ന് പറയുന്നത് ഭയങ്കര ഷിദ്ദത്താണ്, ഭയങ്കര സ്ട്രോങ് ആണത്. ഇവിടെയുള്ള തണുപ്പിനെക്കാട്ടിയൊക്കെ ഭയങ്കര തണുപ്പാണ് അവിടെ ഉണ്ടാകുക. ഓപ്പൺ സ്പേസും കൂടിയാണ്, ഭയങ്കര തണുപ്പ് കൂടും. ഈ കുട്ടികൾ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. ഈജിപ്ഷ്യൻസ് എന്ന് പറഞ്ഞാൽ അവരുടെ ഹോസ്പിറ്റാലിറ്റി ഭയങ്കരമാണ്. ചില ആളുകൾക്ക് ഞാൻ ഈജിപ്ഷ്യനെ പറ്റി ഇത്ര നന്നായിട്ട് പറയുമ്പോൾ അവരുടെ എക്സ്പീരിയൻസ് ചിലപ്പോൾ അത്ര നന്നായിക്കൊള്ളുന്നില്ല. അത് കാഹിറയിൽ അങ്ങനെയാണ്. പക്ഷേ നമ്മൾ സഈദ് എന്ന് പറഞ്ഞാൽ ഈജിപ്തിൻ്റെ കാഹിറയിൽ നിന്ന് സുഡാൻ ബോർഡർ വരെയുള്ള ഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്ത അത്ര നല്ല മനുഷ്യന്മാർ. ഒരു മാസം യാത്ര ചെയ്തിട്ട് ഞാൻ ഒരു ദിവസം പോലും ഹോട്ടൽ എടുത്തത് ആകെ അസ്വാനിലുള്ള ടെൻറ്റ് മാത്രമാണ്. അതല്ലാതെ എവിടെ പോയി കഴിഞ്ഞാൽ ആളുകൾ ഏഷ്യാമസ്കരി നമ്മൾ കയറില്ല. കയറി കഴിഞ്ഞാൽ ആളുകൾ അപരിചിതമായിട്ട് മുഖം കാണുമ്പോൾ ചോദിക്കും മിനായിന അച്ചയിച്ചും ഒക്കെ ചോദിച്ചിട്ട് ഇന്ത്യൻ സ്റ്റുഡൻസാണ് അസർല പഠിക്കണമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സ്നേഹമാണ്. തഫദ്ദൽ മഅന അശ്ശായി വൽ ഗഹ്വ വെച്ചിട്ട് ഇങ്ങനെ അവരിങ്ങനെ ക്ഷണിക്കും വീട്ടിലേക്ക്. ഈ ബെദുവിൻസൊക്കെ ഡെസേർട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ ബെദുവിൻസൊക്കെ അവരുടെ ക്ഷണത്തിൻ്റെ രൂപം തന്നെ വ്യത്യാസമാണ്. തോക്ക് വെച്ചിട്ടാണ് ക്ഷണിക്കുക. അത് ഭയങ്കര അത്ഭുതമാണ്. അവർ നമ്മളിങ്ങനെ അടുത്തേക്ക് വരുമ്പോൾ യാ ഹല യാ മർഹബ റഹബോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെക്കും. എന്നിട്ട് മേൽക്ക് തോക്ക് ഇങ്ങനെ മേൽക്ക് അടിച്ചിട്ട് നമ്മളങ്ങനെ ഭയങ്കര രസമാണത്, ഭയങ്കര വൈബാണത്. അങ്ങനെ ഞാൻ ഇവിടെ എവിടെ എത്തിയെന്ന് കഥ ഞാൻ തോക്ക് പറഞ്ഞപ്പോൾ വേറെ എന്തോ ആലോചിച്ചു. ഞാൻ അത് മാത്രങ്ങൾ റെക്കോർഡ് ചെയ്ത് പുറത്ത് വിടരുതിട്ടാ. ഞാൻ ഓൾറെഡി ഒരു ജിഹാദിയാക്കാനുള്ള കുറച്ച് പ്ലാനുകൾ അപ്പുറത്ത് നടക്കുന്നുണ്ട്. യത്തീം കുട്ടികൾ. അങ്ങനെ അവരുടെ വീട്ടിലേക്ക് പോയിട്ട് നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണം, അവർക്കുള്ള കുറച്ച് ഭക്ഷണം ഷെയർ ചെയ്ത് നമുക്ക് തരികയാണ്. എന്നിട്ട് അവരുടെ കൂടെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് അൽഹംദുലില്ലാഹ്. അങ്ങനെ അവരുടെ മുഖത്തൊക്കെ കാണുന്ന പ്രസന്നമായിട്ടുള്ള മുഖം, ഭയങ്കര ചിരിച്ച് കളിച്ച് ഭയങ്കര രസകരമായിട്ട് ഞാൻ അവിടെ സെറ്റിലായാലോ വിചാരിച്ചു. അവിടെ ഇങ്ങനെ കല്യാണം കഴിച്ചിട്ട് പിന്നെ അമ്മ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ പെട്ടെന്ന് അത്ര രസകരമായിട്ടുള്ള ജീവിതം അവിടെ. പക്ഷെ അവർക്ക് എന്താണ് മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? അവർക്ക് പണം ഉണ്ടോ? ഇല്ല. ഫെസിലിറ്റീസ് ഉണ്ടോ?
ഇല്ല. പ്രോപ്പർ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് ഉണ്ടോ? അവർക്ക് ശരിക്കും ഖത്തറിലെ ഈ ജീവിതം അവർക്ക് സ്വപ്നം കാണാനും പോലും കഴിയില്ല. സുബ്ഹാനല്ലാഹ്. അവരുടെ മുഖത്തും എന്താണ് ഭയങ്കര സന്തോഷം കാണാൻ. അങ്ങനെ അവസാനം യാത്രയുടെ അവസാനത്തിൽ ഞാൻ തിരിച്ച് കാഹിറയിലേക്ക് അവിടെ ഡോക്ടർ ഹാഷിം റിഫായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട്. അങ്ങനെ അദ്ദേഹവുമായിട്ട് നമ്മൾ പ്രൊജക്റ്റ് ഇസ്മായിലിയിൽ ഒരു പ്രൊജക്റ്റ് ഉണ്ട് അദ്ദേഹത്തിന്. ഇസ്മായിലിയ എന്ന് പറയുന്നത് ഗസയുടെ റഫാ ബോർഡറിൽ നിന്ന് 250 കിലോമീറ്റർ ദൂരമുള്ളൊരു സ്ഥലമാണ്. അവിടെ കുറേ ഫലസ്തീനികൾ താമസിക്കുന്നുണ്ട്. അവർ കുറേ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള ഡെയിലി ലൈഫ് ഐറ്റംസ്, വെള്ളം, ഭക്ഷണം, കുട്ടികൾക്കുള്ള പാമ്പേഴ്സ്, പാഡുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൈസ ഇങ്ങനെ ശേഖരിച്ചിട്ട് വി ആർ ട്രൈങ് ടു ഗെറ്റ് ഇറ്റ് ടു ദം. എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യുക എന്നുള്ളതാണ് പ്രൊജക്റ്റിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ സുബ്ഹാനല്ലാഹ് അവിടെ ഇങ്ങനെ ഓരോ ആളുകളിലേക്ക് ഇങ്ങനെ നമ്മൾ പോവുകയാണ്. ഒരു സ്ത്രീയെ കാണാണ്. ഞാൻ അവരുടെ പേര് മാറ്റി പറയാം കേട്ടോ. അപ്പോൾ ഫാത്തിമ എന്ന് പറഞ്ഞിട്ട് ഫാത്തിമ അവിടെ ഇരിക്കുന്നുണ്ട്. ഫാത്തിമയുടെ മുന്നിൽ 2 കുട്ടികൾ ഇരിക്കുന്നുണ്ട്. ഒരാൾക്ക് കാര്യമായിട്ട് പരിക്കുകൾ പറ്റിയൊക്കെ നമ്മളിങ്ങനെ കാണുകയാണ്. നമ്മളിങ്ങനെ കയറുമ്പോൾ തന്നെ ഫാത്തിമ മുതിർന്ന സ്ത്രീയാണ്. എനിക്ക് തോന്നുന്നു 50 വയസ്സ് 55 വയസ്സൊക്കെ ഉണ്ടാകും. നമ്മളിങ്ങനെ കയറുമ്പോൾ അവർ പുഞ്ചിരിയോടുകൂടി നീച്ച് നിന്നിട്ട് അഹ്ലൻ വെൽക്കം വെൽക്കം എന്ന് പറയുന്നുണ്ട്. ഈ അറബി ഭാഷ ഭയങ്കര രസകരമാണ് കേട്ടോ. അഹ്ലൻ വസഹ്ലൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അഹ്ലൻ വസഹ്ലൻ, വാം വെൽക്കം എന്നുള്ളത് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയാം. ഡോക്ടർ ജോസഫ് എ മസാദ് അദ്ദേഹത്തിൻ്റെ പുസ്തകം ലിബറലിസം ഇൻ ഇസ്ലാം എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ഇൻട്രൊഡക്ഷനിൽ പറയുന്നുണ്ട്, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ട്രാൻസ്ലേറ്റ് ദി അറബിക് ലാംഗ്വേജ് ഇൻ ടു എനി അതർ ലാംഗ്വേജ് വിത്ത് ഫുൾ സിമാൻറ്റിക് എഫിഷ്യൻസി. അതായത് അറബി ഭാഷയുള്ളൊരു വാക്ക് മറ്റ് ഭാഷകളിലേക്ക് പൂർണ്ണമായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ സലാത്തിന് മലയാളത്തിൽ എന്ത് പറയും? നമസ്കാരം. നിസ്കാരം എന്ന് പറയുന്നത് നമസ്കാരത്തിൻ്റെ ഷോർട്ട് ഫോമാണ് നമസ്കാരം. നമസ്കാരം എന്നുള്ള പദത്തിൻ്റെ എറ്റിമോളജിക്കൽ റൂട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹിന്ദു മിത്തോളജിയാണ്. അത് ഇംഗ്ലീഷിലാണെങ്കിൽ എന്ത് പറയും? പ്രയർ എന്ന് പറയും. പക്ഷേ പ്രയറിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് ക്രിസ്ത്യൻ മിത്തോളജി ഓർ തിയോളജിയാണ്. അതിൻ്റെ സിമാൻറ്റിക്സ് വ്യത്യാസമാണ്. ഇനി ഞാൻ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. അറബി ഭാഷയുടെ പ്രത്യേകത ഭയങ്കര. അഹ്ലൻ വസഹ്ലൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അർത്ഥം എന്താ അറിയും? അഹ്ലൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നമ്മളെ അഹ്ലിൻ്റെ പോലെയാണ്, നമ്മളെ കുടുംബമാണ് നിങ്ങൾ. വസഹ്ലൻ ഫീൽ അറ്റ് ഈസ് എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. അഹ്ലൻ വസഹ്ലൻ എന്ന് പറഞ്ഞിട്ട് അവർ നമ്മളെ സ്വീകരിക്കുകയാണ്. നമ്മളിങ്ങനെ അവരുടെ അവസ്ഥകൾ ഇങ്ങനെ അന്വേഷിക്കുമ്പോൾ അവർ 7 മക്കളുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ 2 കുട്ടികൾ മാത്രമാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു ഐനുൽ ബാക്കിയുള്ളത് എവിടെ? ബാക്കിയുള്ള കുട്ടികൾ എവിടെ ചോദിച്ചപ്പോൾ അവർ പറയുന്നുണ്ട്, ഭയങ്കര അത്ഭുതം തോന്നിപ്പോയി. അവർ പറയുന്നുണ്ട്, എൻ്റെ 5 മക്കൾ ഗസയിലാണ്, റഫയുടെ മുന്നേ ഉള്ള ഒരു പ്രദേശങ്ങളിലാണ്. അവർ ജീവനോടെ ഉണ്ടോ മരിച്ചിട്ടുണ്ടോ പോലും എനിക്കറിയില്ല എന്ന് പറയും. പക്ഷെ അപ്പോഴും എന്താണ്? തവക്കൽതു അലല്ലാഹ് വഹസ്ബുനല്ലാഹു. ഭയങ്കര അത്ഭുതം. നമ്മൾ ഫ്രിഡ്ജൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ നോക്കുമ്പോൾ അവർ എന്തിനാ ഫ്രിഡ്ജൊക്കെ, നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു പോകാനുള്ളല്ലേ എന്ന്. ചിലപ്പോൾ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ മുഴുവനായിട്ട് അറിയാത്തതുകൊണ്ടായിരിക്കാം. ശരിക്കും നമ്മൾ ആ ഒരു പ്രദേശത്തിൻ്റെ സോഷ്യോ ജിയോ പൊളിറ്റിക്സ് കൃത്യമായിട്ട് പഠിച്ചു നോക്കുകയാണെങ്കിൽ ഈ അടുത്തും തിരിച്ചു പോകാൻ പറ്റില്ല നമുക്ക് കൃത്യമായിട്ട് ബോധ്യവും. പക്ഷെ എന്നാലും അവരെന്ത് പറയും? ഇതൊക്കെ കണ്ടിട്ട് അവരെന്ത് പറയും? തിരിച്ചു പോകാനുള്ളതാണ്. ദേ ഹാവിങ് ഹോപ്പ്. അത് എന്തിലൂടെ വരുന്നതാണ്? തവക്കുലിലൂടെ വരുന്നതാണ്. സുബ്ഹാനല്ലാഹ്. ഹാവിങ് തവക്കുൽ ഇസ് ആക്ച്വലി ദ സീക്രട്ട് ഓഫ് ഹാപ്പിനെസ്. തവക്കുലുള്ള ഒരാളുടെ ജീവിതം എന്ന് പറയുന്നത് ഭയങ്കര അത്ഭുതമാണ്. സുബ്ഹാനല്ലാഹ്. എത്ര തവക്കുലിൻ്റെ കഥകളാണ് നമ്മൾ കേട്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നുണ്ട്, വഅൻസല സകീനത ഫീ ഖുലൂബിൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളുടെ ഖൽബിലേക്ക് അല്ലാഹു സകീനത്ത് ഇട്ട് കൊടുക്കുന്നു പറയുന്നുണ്ട്. സകീനത്തിൻ്റെ അർത്ഥം എന്താണ്? സകീനത്ത് സമാധാനം എന്ന് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. നേരത്തെ ജോസഫ് മസാദ് പറഞ്ഞ പോലെ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഹാവ് എ കോംപ്രിഹെൻസീവ് മീനിങ്. ഫുൾ സിമാറ്റിക് എഫിഷ്യൻസിയിലൂടെ മീനിങ് കിട്ടാൻ അത്ഭുതമാണ്. നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വ്യത്യസ്ത ഓക്സ്ഫോർഡ് ഡിക്ഷണറി ആണെങ്കിലും അല്ലെങ്കിൽ വെബ്സ്റ്റേഴ്സ് ഡിക്ഷണറി ആണെങ്കിലും നമ്മൾ വ്യത്യസ്ത അർത്ഥങ്ങൾ കാണുന്നു. വി സീയിങ് ജോയ്, യൂഫോറിയ, ഹാപ്പിനെസ്, സാറ്റിസ്ഫാക്ഷൻ, സാൽവേഷൻ, ഇങ്ങനെയുള്ള അർത്ഥങ്ങൾ കാണുന്നു. മലയാളത്തിലാണെങ്കിൽ ആനന്ദം, പരമാനന്ദം, സായുജ്യം, നിർവൃതി, സന്തോഷം എന്നുള്ള വ്യത്യസ്ത അർത്ഥങ്ങൾ കാണുന്നു. പക്ഷെ സക്കീനത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ഹാപ്പിനെസ് ദാറ്റ് ഈസ് ബിയോണ്ട്. ആനന്ദ, പരമാനന്ദ, സായുജ്യ, നിർവൃതിയുടെ അങ്ങേ അറ്റമുള്ളൊരു കോൺസെപ്റ്റാണ് യഥാർത്ഥത്തിൽ സക്കീനത്ത് എന്ന് പറയുന്നത്. അള്ളാഹു മുഅ്മിനീങ്ങളുടെ ഖൽബിലേക്ക്, മുഅ്മിനീങ്ങൾക്ക് മാത്രം കൊടുക്കുന്ന ഹാപ്പിനെസ് ആണത്. വഅൻസല സകീനത ഫീ ഖുലൂബിൽ മുഅ്മിനീൻ. അള്ളാഹു മുഅ്മിനീങ്ങളുടെ ഖൽബിലേക്ക് ഇട്ട് കൊടുക്കുന്ന സക്കീനത്ത് അത് കിട്ടണമെന്നുണ്ടെങ്കിൽ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് നമുക്ക് എണീറ്റ് കൊണ്ട് വുളൂ ചെയ്തിട്ട് അള്ളാഹുവിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് തഹജ്ജുദ് നമസ്കരിച്ച് സുജൂദിൽ കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് കാര്യങ്ങൾ പറയുമ്പോൾ കിട്ടുന്നൊരു സമാധാനവും സന്തോഷവും ഉണ്ട്. സുബ്ഹാനല്ലാഹ്. ഇറ്റ് ഈസ് അസ്റ്റോണിഷിങ്. നമുക്ക് ആ ഹാപ്പിനെസ് കിട്ടാതെയാണ് നമ്മൾ മരിക്കുന്നതെങ്കിൽ, ഇങ്ങനെ കുറേ ഹജ്ജ് ചെയ്തിട്ടും ഇങ്ങനെ കുറേ നിസ്കരിച്ചിട്ടും
കാര്യമുണ്ടോ എന്നുള്ള ചോദ്യം നമ്മോട് തന്നെ ചോദിക്കുക. ഹാവ് വി അപ്രോച്ച് റിലിജ്യൻ ദ വേ ദാറ്റ് ഇറ്റ് ഈസ് സപ്പോസ് ടു ബി അപ്രോച്ച്? മതത്തെ നമ്മൾ മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടോ? എത്ര കാലം, 20 കൊല്ലം 30 കൊല്ലം 40 കൊല്ലം ഒക്കെ ജീവിച്ചിട്ട് സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം മുഴുവനായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ? 114 സൂറത്തുകളാണ് വിശുദ്ധ ഖുർആനിലുള്ളത്. നമ്മൾ എന്തിനാണ് അള്ളാഹു ഇവിടെ സൃഷ്ടിച്ചത്? വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൃഷ്ടിച്ചത്. എന്നിട്ട് 40 കൊല്ലം ജീവിച്ചിട്ട് പോലും ഖുർആനിൽ ഒരു ആയത്ത് പോലും പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനുള്ള അത് സൗഭാഗ്യം കിട്ടാതെ മരിക്കുന്ന ആളുകൾ. അള്ളാഹു സക്കീനത്ത് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടും സക്കീനത്ത് എന്താണെന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത ആളുകൾ, തവക്കുൽ എന്താണെന്ന് മനസ്സിലാക്കാതെ മരിക്കുന്ന ആളുകൾ. സുബ്ഹാനല്ലാഹ്, അത് നമ്മൾ പെടാൻ പാടില്ല. ആൻഡ് ഇഫ് വി ആർ ഡൈയിങ് ലൈക്ക് ദാറ്റ്, നമ്മളങ്ങനെ മരിക്കുകയാണെങ്കിൽ നമ്മൾ ഈ സന്തോഷത്തിന് നമ്മളുള്ള പെർസ്യൂട്ട് ഉണ്ടല്ലോ, ആ ഡ്രാമ ഉണ്ടല്ലോ, അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് മരിക്കുന്ന സമയമാകുമ്പോൾ നേരത്തെ ആ ഒരു ഓസ്ട്രേലിയൻ ന്യൂസ് ചാനലിൽ ആ ഹെഡനിസ്റ്റ് പറഞ്ഞ പോലെ വിത്ത് ഗ്ലൂമി ഐസ് ആൻഡ് വിത്ത് ഡാർക്ക് ഐസ് വിത്ത് ഡിപ്രസ്ഡ് ഫേസ് നമ്മൾ അതിലോട്ട് നോക്കി ഐ ഹാവ് ഫൗണ്ട് ഹാപ്പിനെസ് എന്ന് പറഞ്ഞ് മരിക്കേണ്ട ദുഃഖകരമായിട്ടുള്ള അവസ്ഥ വരും. സുബ്ഹാനല്ലാഹ്. മതത്തിലേക്ക് തിരിഞ്ഞു നോക്കണം, ചിന്തിക്കേണ്ട സമയത്ത് ചിന്തിക്കണം, പ്രവർത്തിക്കേണ്ട സമയത്ത് പ്രവർത്തിക്കണം. വിശുദ്ധ ഖുർആനിലേക്ക് നമ്മൾ ആഴത്തിൽ നമ്മൾ ഇറങ്ങേണ്ടതുണ്ട്. സുബ്ഹാനല്ലാഹ്. ഈ ലൈറ്റ് പ്രോജക്റ്റിലൊക്കെ ഇബ്നു കസീറിൻ്റെ തഫ്സീർ എന്ന് പറയും, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. അതിലൊക്കെ നമ്മൾ ആഴത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് ലോകത്തിനെ പറ്റി കിട്ടുന്നൊരു പെർസ്പെക്റ്റീവ് ഉണ്ട്, അതിലൂടെ കിട്ടുന്നൊരു സമാധാനമുണ്ട്, അതിലൂടെ കിട്ടുന്നൊരു സന്തോഷമുണ്ട്. ആ ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ വി വിൽ ആക്ച്വലി ഗെയിൻ ട്രൂ ഹാപ്പിനെസ്, ആൻഡ് ദാറ്റ് ഈസ് പെർമനൻറ്റ് ഹാപ്പിനെസ്, ആൻഡ് ദാറ്റ് ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഹാപ്പിനെസ്, ആൻഡ് ദാറ്റ് ഈസ് ദ മോസ്റ്റ് സാറ്റിസ്ഫാക്ടറി ഹാപ്പിനെസ്, ആൻഡ് ദാറ്റ് ഈസ് നോട്ട് എ ഹാപ്പിനെസ്, ദാറ്റ് ഈസ് ടെമ്പററി ആയിട്ട് ഇടയ്ക്ക് പോകുന്ന ഹാപ്പിനെസ് അല്ല. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും ചെയ്യണമെന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യുകയും ആ ഒരു സിസ്റ്റത്തിലൂടെ നമ്മൾ ആ ഒരു ബ്യൂട്ടിഫുൾ ലൈഫ് സ്റ്റൈലിലൂടെ ജീവിക്കുമ്പോൾ ഖുർആനും സുന്നത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, തറക്തു ഫീകും അംറൈനി ലൻ തദല്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത റസൂലി. ഞാൻ നിങ്ങൾക്ക് 2 കാര്യങ്ങൾ വിട്ടേച്ച് തന്നിട്ടാണ് പോകുന്നത്, അത് നിങ്ങൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും വഴിതെറ്റി പോകുകയില്ല എന്ന് പറഞ്ഞിട്ടുള്ള വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് തവക്കുലാക്കി വമൻ യതവക്കൽ അലല്ലാഹി ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന് പറയാൻ സാധിക്കുന്ന രീതിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ there we find happiness. മുഖത്തിൽ പ്രസന്നമായിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നു. എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് പറയാൻ സാധിക്കുന്നു. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം യാത്ര ചെയ്ത് റെഡ് സീയുടെ മുന്നിലെത്തി ഒരു രീതിയിലും പോംവഴിയില്ല എന്ന് മനസ്സിലാക്കുമ്പോഴും അദ്ദേഹത്തിന് മനസ്സിലുണ്ടായിരുന്ന ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, അല്ലാഹു മതി എനിക്ക് എന്ന് പറയുന്ന ആ വാചകം നമുക്ക് മുറുകെ പിടിക്കാൻ സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹും കൂടി ഹിജറ പോകുമ്പോൾ സൗർ ഗുഹയിൽ നിൽക്കുമ്പോൾ കുറേ പട്ടാളക്കാർ വന്നിട്ട് 100 ഒട്ടകമാണ് സമ്മാനമായിട്ട് അവർ പബ്ലിഷ് ചെയ്തത്, ലോഞ്ച് ചെയ്തത്. അങ്ങനെ കുറേ ആളുകൾ ആർമി ബറ്റാലിയൻ വന്നിട്ട് അവരിങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ കുറച്ച് ആർമി ആളുകൾ ഒരു ബറ്റാലിയൻ സൗർ ഗുഹയുടെ അടുത്തേക്ക് വരികയാണ്. സൗർ ഗുഹയുടെ അടുത്ത് വന്നിട്ട് അവർ വാളുണ്ട് കയ്യിൽ. സൗർ ഗുഹയുടെ അടുത്തേക്ക് ഉള്ളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അടിയിലാണ് സൗർ ഗുഹ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ, ഉൾമറൊക്കെ പോയിട്ടുണ്ടെങ്കിൽ. അടിയിലോട്ടാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇങ്ങനെ പതുങ്ങി നിൽക്കുകയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പേടിക്കുകയാണ്. ഇവർ കണ്ടു കഴിഞ്ഞാൽ വാള് കൊണ്ട് ഒറ്റ വെട്ടിന് തീർക്കേണ്ട അവസ്ഥയുള്ളൂ. സുബ്ഹാനല്ലാഹ്. അവരിങ്ങനെ അടുത്ത് വരുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മുഖത്ത് പ്രയാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, യാ അബൂബക്കർ. നബി വളരെ കൂളായിട്ട്, യാ അബൂബക്കർ ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, നിങ്ങൾ പേടിക്കേണ്ട, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് എന്ന് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് when you are able to open your heart and open your mind and open your mouth wide and open and say to the world that la tahzan innallaha ma'ana, I don't need to fear that Allah subhanahu wa ta'ala is going to be with me. ജീവിതത്തിൻ്റെ പ്രയാസം ഉണ്ടാകുമ്പോൾ തളരാതെ പതറാതെ, ബിസിനസ്സിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ, കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ, ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ തവക്കൽതു അലല്ലാഹ്, അള്ളാഹുവിൽ ഞാൻ തവക്കലാക്കിയിരിക്കുന്നു. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, അള്ളാഹുവിൽ തഖ്വയുണ്ടെങ്കിൽ അള്ളാഹു മഖ്റജ് കാണിച്ചു തരും എന്നുള്ളത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. സോ ഐ ഡോണ്ട് നീഡ് ടു ഫിയർ, ഐ ഡോണ്ട് നീഡ് ടു ബി ഡിപ്രസ്ഡ്, ഐ ഡോണ്ട് നീഡ് ടു ബി ആൻഷ്യസ്, ഐ ഡോണ്ട് നീഡ് ടു ബി സ്ട്രെസ്ഡ് എന്ന് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പറയാൻ സാധിക്കുമ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യും. ദാറ്റ് ഈസ് ഹാപ്പിനെസ്, പീസ് ഓഫ് മൈൻഡ്. ആൻഡ് ദാറ്റ്, മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഈസ് ആക്ച്വലി ദ സീക്രട്ട് ടു ഹാപ്പിനെസ്. ആ സീക്രട്ടിലേക്ക് നമുക്ക് തിരിഞ്ഞു പോകാനും അത് അന്വേഷിക്കാനും നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ സന്തോഷം ഇസ്ലാമിലൂടെ കണ്ടെത്താൻ പറ്റുന്ന സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ജീവിതത്തിൽ കുറേ രീതിയിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്.
അത് കുടുംബത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട്, രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, സാമുദായികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, സാമൂഹികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, മാനസികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ. ചിലപ്പോൾ പുറമേ ചിരിച്ചുകൊണ്ടായിരിക്കും, കളിച്ചുകൊണ്ടായിരിക്കും, സന്തോഷപരമായിരിക്കും, പക്ഷെ ഉള്ളിൽ അവന് ഡെയിലി കരയുകയായിരിക്കും. അങ്ങനെ ജീവിക്കുന്ന എത്രയോ ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഷിഫയും പ്രയാസമൊക്കെ മാറ്റി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കാനും ചിന്തിക്കേണ്ട സമയത്ത് ചിന്തിക്കുവാനുള്ള മനസ്സ് നൽകുകയും അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു മരിക്കുവാനുള്ള സൗഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രയാസത്തിലും തവക്കൽതു അലല്ലാഹി ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന് പറയുവാനുള്ള ഒരു മനഃശക്തി, ഒരു മനക്കരുത്ത് നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. അങ്ങനെ നൽകി സന്തോഷത്തോടു കൂടി മരിക്കാനുള്ള സൗഭാഗ്യം, ആ ഒരു തൗഫീഖ്, ആ ഒരു വലിയ നിഅമത്ത് അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ്. ബാറക്കല്ലാഹു ഫീക്കും. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. എന്തായാലും അവസാനം കുറേ കാലത്തിന് ശേഷം തിരിഞ്ഞ് ഞാൻ ഫുട്ബോൾ കളിച്ചിരുന്ന സ്ഥലത്ത് അൽഹംദുലില്ലാ നിങ്ങളോട് സംസാരിക്കാൻ പറ്റിയതിൽ വളരെ കൂടുതൽ സന്തോഷമുണ്ട്. അൽഹംദുലില്ലാ കുറേ മുഖങ്ങൾ, ചൈൽഡ്ഹുഡ് മെമ്മറീസൊക്കെ എൻ്റെ മനസ്സിലേക്ക്, കുറേ ആളുകളുടെ മുഖങ്ങളിലേക്ക് നോക്കുമ്പോൾ വരുന്നുണ്ട്. അൽഹംദുലില്ലാ ഇറ്റ്സ് ബീൻ ക്വൈറ്റ് ലോങ് ജേണി. 15-ാം വയസ്സിൽ പോയതാണ്, എനിക്കിപ്പോൾ 24 വയസ്സാണ്. അൽഹംദുലില്ലാ ഏകദേശം 9 കൊല്ലം കഴിഞ്ഞു. സമയം പെട്ടെന്ന് മുന്നോട്ട് പോകും. അപ്പോൾ ഇനിയുള്ള സമയം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഒരു ആലിം പറഞ്ഞിട്ടുണ്ട്, അൽ വഖ്തു കസ്സൈഫിൻ ലം തഖ്തഅഹു ഖതഅക്. ടൈം ഈസ് ലൈക്ക് എ സോർഡ്, ഇഫ് യു ഡോണ്ട് കട്ട് വിത്ത് ഇറ്റ് വിൽ കട്ട് യു ഡൗൺ. സമയം എന്ന് പറയുന്നത് വാൾ പോലെയാണ്, അത് ഉപയോഗിച്ച് നിങ്ങൾ വെട്ടിയിട്ടില്ലെങ്കിൽ അത് നിങ്ങളെ വെട്ടിവീഴ്ത്തും എന്നുള്ളതാണ്. സമയം ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുക. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.